ദൈവം ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്. എന്താണ് ഈ ദൈവികമായ വിടുതലുകളുടെയും നിയോഗങ്ങളെയും തടസ്സങ്ങൾ? നമുക്ക് നമ്മുടെ മേലുള്ള ദൈവികമായ വിടുതലുകളുടെയും ദൈവികമായ നിയോഗങ്ങളെയും തടസ്സപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ആമേൻ. കേട്ടില്ല? എന്താണ് എൻ്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്? അതിനെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ വിടുതൽ നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ അതിനൊരു ആമേൻ പറയുന്നില്ല. അതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ സത്യം. യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ വിടുതൽ നടന്നു കഴിഞ്ഞു. ആമേൻ പറഞ്ഞില്ല? ആമേൻ. നിങ്ങളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങളത് കണ്ടാലും നിങ്ങളത് കണ്ടില്ലെങ്കിലും, നിങ്ങളത് അറിഞ്ഞാലും നിങ്ങളത് അറിഞ്ഞില്ലെങ്കിലും, ഇതാണ് സത്യം. ഹല്ലേലൂയ. ഇതിൻ്റെ മേളിൽ പകൽ സൂര്യൻ ഉദിക്കും. നിങ്ങൾ ഇതിനകത്തിരിക്കുന്നതുകൊണ്ട് അതില്ലെന്ന് പറയരുത്, ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആമേൻ മോദിജിയാണ്. നിങ്ങൾ പത്രം വായിച്ചില്ലെങ്കിലും അതാണ് സത്യം. ഹല്ലേലൂയ. ഒന്നൊരു ആമേൻ പറയാൻ പറ്റുമോ? അത് സത്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ, കണ്ടോ കണ്ടില്ലയോ, അതൊന്നും അല്ല വിഷയം. ഇതാണ് സത്യം. അതിനേക്കാൾ കോടാനുകോടി വലിയ ഉറപ്പോടെ ഞാൻ പറയാം, സ്തോത്രം, നിങ്ങളുടെ വിടുതൽ നടന്നു കഴിഞ്ഞു. ആമേൻ. ഇനി നിങ്ങൾ വിടുവിക്കപ്പെടാൻ വേണ്ടി ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അത് മുഴുവൻ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ നിങ്ങളുടെ വിടുതൽ നടന്നു കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും അതിനെ ആമേൻ പറഞ്ഞോ? ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ആ വിടുതൽ എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? അതിൻ്റെ കാരണങ്ങൾ നാം ഒന്ന് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന്, അത് ചിലപ്പോൾ അനുഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടാകാം. കേട്ടില്ല? എന്തായിരിക്കാം? വിശ്വസിക്കാത്തത് കൊണ്ടാകാം. രണ്ട്, അത് സ്തോത്രം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, അടുത്തൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അപ്പോൾ അത് അന്വേഷിക്കാത്തത് കൊണ്ടാകാം. ആമേൻ. ഒന്ന്, നിങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടാകാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് ഏറ്റുപറയാത്തത് കൊണ്ടാകാം. സ്തോത്രം. രണ്ട്, അത് നിങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടാകാം ആ വിടുതലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റാഞ്ഞത്. മൂന്ന്, നിങ്ങൾ വിശ്വസിച്ചിട്ടും അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും അത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾ അവൻ്റെ പുറകെ അനുഗമിക്കാത്തത് കൊണ്ടാകാം. ഹല്ലേലൂയ. അവൻ്റെ പുറകെ അനുഗമിക്കാത്തത് കൊണ്ടാകാം. ഒരാമേൻ പറയാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ദൈവിക അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന റൂട്ടുകൾ. ഒന്ന്, വിശ്വസിക്കുക. അതിനോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റുപറയുക, അതിനെ ഡിക്ലെയർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. എവിടെ അന്വേഷിക്കണം? തിരുവെഴുത്തുകളെ നിങ്ങൾ നോക്കി നോക്കി ദൈവം എനിക്ക് എന്തൊക്കെയാണ് ഒരുക്കിയതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിച്ചിട്ട്, ആമേൻ, അന്വേഷിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കതിനെ തെറ്റാൻ പറ്റാത്തത്. നിങ്ങൾ വിശ്വസിച്ചിട്ടും അറിഞ്ഞിട്ടും അന്വേഷിച്ചിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആ യേശുവിൻ്റെ പുറകെ അനുഗമിക്കുന്നില്ല. അവൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ തുടരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ വരുന്നു പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റാഞ്ഞത്. കാരണം അവൻ വെളിച്ചമാണ്,
അവനുമായി ചേർന്നിൽ മാത്രമേ വെളിച്ചമുണ്ടാകത്തുള്ളൂ. അവൻ സത്യമാണ്. അവനുമായി ചേർന്നെങ്കിൽ മാത്രമേ സത്യം കിട്ടത്തുള്ളൂ. അവൻ ജീവനാണ്. അവനോട് ചേർന്നെങ്കിൽ മാത്രമേ ജീവൻ കിട്ടത്തുള്ളൂ. എല്ലാറ്റിൻ്റെയും ഉറവിടം യേശുവാണ്. അവനുമായിട്ട് നിങ്ങൾ തുടർമാനമായി അനുഗമിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിനകത്ത് തുടരാൻ കഴിയത്തുള്ളൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഒരു സൺഡേയിൽ ഒരു ആരാധനയിൽ നമുക്ക് നിർത്താമായിരുന്നല്ലോ. ആമേൻ. ഒന്ന് ഏതെങ്കിലും ഒരു യോഗത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ നിർത്താമായിരുന്നല്ലോ. എന്താണ് തുടർമാനം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു അനുഗമനമാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി. അനുഗമിക്കാത്തത് കൊണ്ടാകാം നിങ്ങളത് പ്രാപിക്കാഞ്ഞത്. അടുത്തൊരു കാര്യം, നിങ്ങൾ അനുഗമിച്ചിട്ടും എന്തുകൊണ്ട് അതിനകത്ത് എത്തുന്നില്ല? അതിന് മേജറായൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതിനനുസരിച്ച് വളരാത്തത് കൊണ്ടാണ്. ആമേൻ. പറഞ്ഞാട്ടെ, അതിനനുസരിച്ച്. ഗ്ലോറി. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അതിനനുസരിച്ച് വളരാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ആ ഒരു പ്രോസസ്സ് നിർത്തുകയാണ്. അപ്പോൾ കർത്താവെല്ലാം ചെയ്തു, ഉറപ്പ്. ഇനി ഒരു യാഗങ്ങളും ശേഷിക്കുന്നില്ല. ദൈവമെല്ലാം ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. തൻ്റെ അടുക്കൽ വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ എന്തുകൊണ്ട് ഈ വിടുതലേക്ക് എത്തത്തില്ല? അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം ഒരു ദിവസമല്ല. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം കണ്ടുമുട്ടി അന്ന് തുടങ്ങുകയാ. മരിക്കുന്നവരെയല്ല, മരിച്ചാലും തീരാത്ത ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറയാം. നിങ്ങൾക്കൊരു ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ ജോലി ടൈം വരെ അവിടെ തുടർന്നാൽ മതി. ആമേൻ. സ്തോത്രം. നിങ്ങളൊരു ദേശത്ത് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവിൻ്റെ ദിവസങ്ങൾ മാത്രം നിന്നാൽ മതി. നിങ്ങൾ ഈ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് സ്തോത്രം ജോലിക്ക് പോയാൽ ആ വിസ തീരുന്നവരെ നിന്നാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആകാം. എന്നാൽ യേശുവുമായുള്ള ബന്ധം ജീവിതം തീരുന്നില്ല. അത് വീണ്ടും തുടരുകയാണ്. അത് അടുത്ത ലെവലിൽ തുടരുകയാണ്. അത് അടുത്ത ലെവലിൽ തുടരുകയാണ്. ഇത് താഴേക്കില്ല. ഇത് ഉയർന്ന് 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 മരണമില്ലാത്തൊരു ജീവനിലേക്ക് നിങ്ങൾ കയറി, നിങ്ങൾ അവനുമായി അലിഞ്ഞു ചേരുകയാണ് ഈ ജീവിതം. ഓ ഹല്ലേലൂയ. മരണം കൊണ്ട് തീരുന്നതല്ല, മരണത്തിനപ്പുറത്തും ഈ ജീവൻ തുടരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വലിയ ബന്ധത്തിലേക്ക് വിളിച്ച ദൈവത്തിന് നമുക്കൊരു ആരാധന കൊടുക്കാം. ആമേൻ. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയതായൊരു കാര്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ടും നിങ്ങൾ അന്വേഷിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ അനുഗമിച്ചിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്കതിനകത്തേക്ക് എത്താൻ പറ്റാഞ്ഞത് വളരാഞ്ഞിട്ടാണ്. അതൊരു മേജർ ഇഷ്യൂസ് ആണ്. അപ്പോൾ അതിനാണ് ദൈവം നമ്മെ സഭയിലേക്ക് കൊണ്ടുവരുന്നത്. പറഞ്ഞാട്ടെ, അതിനാണ് ദൈവം രക്ഷിക്കപ്പെട്ടവരെ അവൻ എന്ത് ചേർക്കുകയാണ്? സഭയിലേക്ക് ചേർക്കുകയാണ്. സഭയിൽ വന്ന് എന്ത് ചെയ്യാണ്? അവർക്ക് ദൈവത്തിൻ്റെ ഹൃദയം പറഞ്ഞു കൊടുത്ത് അവരതിനകത്തേക്ക് വളരുകയാണ്. നാം എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നാം ഒരു ജീവനുള്ള ഗ്രഹമായി പണിയപ്പെടുകയാണ്. സ്തോത്രം. അവനിൽ വന്നിട്ട് നാം അവൻ്റെ വിശുദ്ധ മന്ദിരമായിട്ട് നമ്മൾ വളർന്നു വരികയാണ്. ദൈവത്തോട് സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രെയർ ആയിരിക്കണം, കർത്താവേ എന്നെ വളർത്തണമേ. ഹല്ലേലൂയ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, അവകാശി സർവ്വത്തിന് മീതെയും യജമാനനാണെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ അല്ല. ആമേൻ. അടുത്ത വാക്യം, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക് ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറയുന്നു.
അപ്പോൾ പിതാവ് നിശ്ചയിച്ച സമയം, ഹല്ലേലൂയ, പിതാവ് നിശ്ചയിച്ച സമയം വരെ അവൻ രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. ആമേൻ. എന്ന് പറഞ്ഞാൽ പിതാവ് നിശ്ചയിച്ച സമയം ഏതാ? പറ, പിതാവ് നിശ്ചയിച്ച സമയം ഏതാ? അല്ലെങ്കിൽ ഒരു അമ്മ, ഒരപ്പൻ ഒരു മകനെ കുറിച്ച് നിശ്ചയിച്ച സമയത്ത് എന്താ? ആമേൻ. അവന് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് ലഭിക്കുന്ന കാര്യങ്ങൾ അപ്പൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന നിലകളിൽ മെച്ചുറാകുന്നതാണ് പിതാവ് നിശ്ചയിച്ച സമയം. നിങ്ങളിതിനെ ആമേൻ പറഞ്ഞേ പറ്റൂ. പിതാവിനെ പോലെ ചിന്തിക്കുന്ന, പിതാവിനെ പോലെ കാണുന്ന, പിതാവിനെ പോലെ ഒരു കാര്യം ഗ്രഹിക്കുന്ന അളവിൽ അവൻ എത്തിയാൽ പിന്നെ അവനെ ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തിയും കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും മാറും. എനിക്കത് തരണേ, എനിക്കിത് തരണേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ വേറൊരു പ്രാർത്ഥനയിലേക്ക് വരും. കർത്താവേ, എന്നെ വളർത്തണേ. അപ്പം തരാത്തതിൻ്റെ റീസൺ പറഞ്ഞോ, വളരാത്തതാണ്. അപ്പോൾ വളരുന്നവരെ രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഹാനോക്കിനൊന്നും അറിയില്ല, അതുകൊണ്ട് അവനെ നയിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ കിടക്കുന്ന ആമേൻ ഒരു പേപ്പർ അവൻ അറിയത്തില്ല, അത് ആധാരമാണെന്ന് അറിയത്തില്ല, അത് മനോരമ പത്രമാണെന്ന് അറിയത്തില്ല, അത് 500 രൂപയാണെന്ന് അറിയത്തില്ല, അത് ചെക്കാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവൻ എന്നാ കിട്ടിയാലും അതെടുത്ത് ഇങ്ങോട്ട് വെക്കാനേ അറിയൂ. അത് കഴിക്കുന്നതാണോ കഴിക്കാത്തതാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവനെ എപ്പോഴും ഗൈഡ് ചെയ്യാൻ രക്ഷകന്മാരുണ്ട്, പാലകന്മാരുണ്ട്, ആമേൻ, ഗ്രഹവിചാരകരുണ്ട്. അവരുടെ കീഴിൽ ഇരിക്കുന്നതുകൊണ്ട് അപ്പനൊരു സങ്കടവും ഇല്ല. ആമേൻ. പ്രിയ സഹോദരിയുടെ കുഞ്ഞ് ഇന്നലെ ആമേൻ ഇവിടെ നിന്ന് ബസ് കയറി, ട്രെയിൻ കയറി ബാംഗ്ലൂർ പോയി അല്ലേ? സ്തോത്രം. എന്താ വിട്ടത്? അവൾക്ക് വാഹനങ്ങൾ തിരിച്ചറിയാൻ അറിയാം, അവൾ പോകുന്ന ഉറപ്പാണ്. അത് അവിടെ ഉറപ്പിനേക്കാളും ആ ഉറപ്പ് അപ്പൻ്റെ മേലും അമ്മയുടെ മേലും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴും ആൾക്കൊന്നും തിരിച്ചറിയത്തില്ല. കോട്ടയത്തിന് പോകാൻ ഉള്ള ബസ്സിന്റെ പേര് പോലും വായിക്കാൻ അറിയത്തില്ല. വിടുവോ ഒറ്റയ്ക്ക്? ആമേൻ, ഹല്ലേലൂയ. 10 മണിക്ക് ആമേൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ഭയങ്കര ഉറക്കമാണ്. പുള്ളി 15 മണി 12 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. പുള്ളി വിടുവോ? ഹല്ലേലൂയ. വളരാത്തതിനെ പ്രായമല്ല വിഷയം, വളർച്ചയാണ് വിഷയം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടില്ല? പ്രായമല്ല വിഷയം, ആത്മീയ ജീവിതത്തിൽ പ്രായമല്ല വിഷയം, വളർച്ചയാണ് വിഷയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്, കൂടെ ഉണ്ടോ? എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്, കാലം നോക്കിയാൽ നിങ്ങളെല്ലാം ഇന്ന് ഉപദേശകന്മാരാണ്, പക്ഷെ നിങ്ങൾ ഇപ്പോഴും നിപ്പിള് കുപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രായമല്ല വിഷയം, പറഞ്ഞോ, വളർച്ചയാണ് വിഷയം. ആ വളർച്ച എത്താത്തത് കൊണ്ട് ദൈവത്തിന് എന്നെ അവകാശത്തിലേക്കും വാഗ്ദത്തത്തിലേക്കും നന്മകളുടെയും ഗ്രഹവിചാരകനാക്കാൻ അവന് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം, എന്നെ വളർത്തണേ. ഞാൻ ഇങ്ങനത്തെ ഒരു സന്ദേശം നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചതിക്കുകയാണ്, ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയാണ്, ഞാൻ നിങ്ങളെ ആമേൻ സ്തോത്രം ആമേൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കേൾവിക്കാരുടെ ആത്മീയ വഴി അടയ്ക്കുകയാണ്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ, ഈ ദൂതിൻ്റെ അകത്ത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ നീ വളർത്തണമേ.
ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ വളർത്തണമേ. ഞാൻ 18 വയസ്സായപ്പോൾ ഒരിക്കൽ എൻ്റെ അപ്പൻ എന്നെ വിളിച്ച് ഒരു ഓഫീസിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞത് ഇവിടെ ഒരു ഒപ്പിടാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഇവിടെ ഒരു ഒപ്പിടാൻ പറഞ്ഞു. ഞാനവിടെ ഒപ്പിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ എടുത്തു പറഞ്ഞു, അവന് ഷെയർ കൊടുക്കണ്ട. എന്നിട്ട് പറഞ്ഞു, വീടിൻ്റെ ഇപ്പുറത്തുള്ള 2 ഏക്കർ സ്ഥലമുണ്ട്. ഹല്ലേലൂയ, അത് 4 പെങ്ങന്മാർക്ക് വേണ്ടി വീതിക്കണം, അവന് സ്ഥലം കൊടുക്കണ്ട. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വീടിൻ്റെ അപ്പുറത്തുള്ള കുറെ സ്ഥലമുണ്ട്, 2 ഏക്കറിനപ്പുറം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തുള്ള 2-3 ഏക്കർ സ്ഥലമുണ്ട്. അത് ഞാൻ അന്നേ അവനെ എഴുതി കൊടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. കൈകളെ ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. അച്ഛൻ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത് 18-ാമത്തെ വയസ്സിൽ, ഞാനത് തിരിച്ചറിയുന്നത് 27-ാമത്തെ വയസ്സിലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പനെ മനസ്സിലായോ? ദോഷിയായ എൻ്റെ അപ്പനെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സ്നേഹസ്വരൂപനായ ദൈവം, ആ പിതാവ് എങ്ങനെ വലിയ ദൈവമാ. ഹല്ലേലൂയ. 18-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി 2-3 ഏക്കർ സ്ഥലം എൻ്റെ പേരിൽ പോക്കുവരത്ത് ചെയ്ത് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അലമാരയിൽ വെപ്പിച്ചു. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ചേച്ചിമാർക്ക് വിധിച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞേക്കുക. ഞാൻ ചോദിച്ചു, എന്തിയെ? നീ അതിന് ടെൻഷൻ അടിക്കണ്ട, നിനക്കുള്ളത് ഞാൻ നേരത്തെ ഒപ്പിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഹൃദയത്തിലല്ല, അപ്പന്റെ ഹൃദയത്തിലാണ്. നമ്മൾ ചിന്തിക്കും വളർന്നു 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 വളർന്നെന്ന്. ഹാനോ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നവൻ പറഞ്ഞു, ഓ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു, ഞാനും മെമി പാസ്റ്ററൊക്കെയാണ് കൊണ്ടുവരുന്നത് ആണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, ആമേൻ. 1-ാം ക്ലാസ്സിലല്ല, നേഴ്സറി, എവിടെയാ, UKG സ്തോത്രം. പോയിട്ട് ആള് തന്നെ ബാഗൊക്കെ ഇട്ട് കയറി വരിക, ഭയങ്കര ഉന്മേഷത്തോടെ വേണ്ടി. അപ്പം ചോദിച്ചു, മോനെ ക്ഷീണമില്ലേ? ഇല്ല. കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. സ്തോത്രം. അവിടെ ഓർത്തി ഒറ്റ ദിവസം പോയതോടെ എല്ലാം പഠിച്ചെന്നോർത്തു. അവളോർത്ത് സ്കൂളെന്ന് പറഞ്ഞ ഒറ്റ ദിവസം ഉള്ളത്. പിറ്റേ ദിവസം രാവിലെ അവളെ വിളിച്ചപ്പോ കരയാൻ തുടങ്ങി. സ്തോത്രം. കണ്ണ് നിറയാൻ തുടങ്ങി, ഉറങ്ങാൻ അഭിനയിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൾ ഓർത്ത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പഠിത്തം തീർന്നെന്ന. നമ്മുടെയൊക്കെ ഒരു ചിന്ത അതാണ്. ഒന്ന് ചർച്ചിലേക്ക് വന്ന് കൈപൊക്കി എല്ലാം നോ, നീ അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. പേടിക്കരുത്, പേടിക്കരുത്. നീ അനുഗ്രഹത്തിലേക്ക്. ഞാൻ കുറേ സമയം പ്രസംഗിച്ച ദൂതുകൾ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസങ്ങൾ ഞാൻ പ്രസംഗിച്ച സന്ദേശം നിങ്ങൾ കേട്ടെന്ന് പറയുന്നു. നിങ്ങൾ വന്നപ്പോൾ എൻട്രി ചെയ്തതേ ഉള്ളൂ, പ്രവേശിച്ചു. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ കൃപാസനത്തിലേക്ക് പ്രവേശിക്കുക. ആമേൻ. തിരശീലകൾക്കപ്പുറത്തേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. റോമർ 5:1 അവൻ്റെ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. എൻട്രി മാത്രം. നിങ്ങൾ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ. ഇനിയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ആരെങ്കിലും ആമേൻ പറ. അയ്യോ പാസ്റ്ററെ, എന്താ ഇത് ഇപ്പം പറയുന്നേ? ഇപ്പോഴെങ്കിലും പറയണ്ട ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആമേൻ. കാരണം അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, ജീവന്റെ വാതിൽ തുറന്നു, ഉയർച്ചയുടെ വാതിൽ തുറന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അത്ഭുതത്തിന്റെ വാതിൽ ഓപ്പൺ. അവിടെ വാതിൽ തുറന്നിട്ടിട്ട് നിങ്ങൾ വെളി വന്നിരുന്നിട്ട് ഹായ്, ഓക്കെ, പോകാൻ പറ്റുമോ? പോയിട്ട് എന്നാ ഗുണം? ആ വാതിൽക്ക് വന്നിട്ട് വാതിൽ തുറന്നു, നിങ്ങൾ വെളിയിൽ നിന്നുണ്ടു, കുറെ ചെരുപ്പ് കണ്ടു. ആമേൻ. പോയി എന്നെ എടുക്കും. അതിനകത്തൂടെ അകത്തോട്ട് ഓരോ സ്റ്റെപ്പുകൾ വെച്ച് നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല.
എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡ്. ആമേൻ. അതിൻ്റെ ഒരു പ്രത്യേകത, അതിന് ആരോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ, ഒത്തിരി അറിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തെറ്റാൻ ഒത്തിരി സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. സ്തോത്രം. ഇതിന് ഒരു വാതിലെങ്ങാണ്ടുള്ളതെന്നാ പറഞ്ഞ്. ഹല്ലേലൂയ. ആണോ? അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം എന്നെ പോലെ തന്നെയാണ്, ഒത്തിരി വാതിലുണ്ടോ? നീ പഠിച്ചല്ലേ? സ്തോത്രം. അപ്പം ഒന്നോ രണ്ടോ ആയിക്കോട്ടെ. സ്തോത്രം. ആ വാതിലൂടെ അകത്ത് കയറുമ്പോ, ഹല്ലേലൂയ, ഇത് എത്രയോ വർഷങ്ങൾ എടുത്ത് പണിതാണ് ഈ പിരമിഡ്. അതിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു. ഞാനിത് പ്രസംഗിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല, ഇവിടെ നിന്നപ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്നൊരു കാര്യമാണ്, ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇതിനകത്ത് ഒരു വാതിലൂടെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരറയിൽ സ്വർണ്ണമാണ്, ഒരു അറയിൽ മറ്റു പല നെല്ല, ഇങ്ങനെ ഇതിനകത്ത് എല്ലാത്തിനകത്തും അറകളായി വെച്ച് ഇങ്ങനെ നിക്ഷേപങ്ങളാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ. പക്ഷേ അത് ഭയങ്കര ഒരു സംഭവമാണ്. അതിന് വെളിയിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഒന്നും കാണത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ അതിനകത്തോട്ട് കയറാനൊരു പെർമിഷൻ കിട്ടിയാൽ രാജാക്കന്മാരുടെ രാജ്യങ്ങളുടെ അതുവരെയുള്ള നിക്ഷേപങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. ആമേൻ. അത് ഞാൻ ഈ ഭൂമിയിലെ കാര്യമാണ് പറഞ്ഞേ, പക്ഷേ ഇത് ഭൂമിയിലെ കാര്യമല്ല, ഇത് സ്പിരിച്വൽ വേൾഡാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് നിങ്ങൾ അകത്തോട്ട് കാല് വെച്ചതേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്ത് മുഴുവനുള്ളത് നിനക്കാണ്. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ അകത്തുള്ള മുഴുവനും, ഹല്ലേലൂയ, നീ നടന്നതിലേക്ക് കയറണം, നീ വിശ്വസിച്ചതിലേക്ക് കയറണം. ചില ലോക്കൊക്കെ വളരെ ശക്തിയേറിയ ലോക്കാണ്, അതിനെ തുറക്കാൻ നിനക്ക് ആരോഗ്യം വേണം. ചില വലിയ കഥകൊക്കെ തള്ളി തുറക്കാൻ പാടാണ്, അതിന് നിനക്ക് പ്രായം വേണം, അതിന് നിനക്ക് ബലം വേണം. ചിലതൊക്കെ അവൻ വലിയ ബലമുള്ളതാണ്, പക്ഷേ അതൊരു ചെറിയ ഒരു കീലാണ് കിടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നിന്റെ ബുദ്ധി വളരണം. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? ആത്മീകമായും ഭൗതികമായും മാനസികമായും ശാരീരികമായും നിനക്കൊരു വളർച്ച വേണം. ഇല്ലെങ്കിൽ എന്തോ ഒരു കൽക്കൂനെ എന്ന് നിനക്ക് തോന്നി നീ മടങ്ങി വരും. സ്തോത്രം. ഇതിനകത്ത് എന്തുണ്ടെന്ന് നീ ചിന്തിച്ച് മടങ്ങി വരും. എന്നാൽ നിനക്ക് ഇന്ന് അതിനകത്തൊരു എൻട്രി കിട്ടിയെങ്കിൽ നീ അകത്തോട്ട് കയറുക. ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവുമായുള്ള ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ. നിനക്ക് ആമേൻ 1 രൂപയുടെ നന്മയല്ല, 1 കോടിയുടെ നന്മയല്ല, ഈ ഭൂമിയിലുള്ള സകലതും നൽകിയാൽ പോലും തീരാത്ത അനുഗ്രഹമാണ് അതിനകത്തുള്ളത്. കൈകളെ ഉയർത്തിയാമേ പറ. പക്ഷെ അതിലേക്ക് നീ എത്തണമെങ്കിൽ പറഞ്ഞോ ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കാര്യം, അനുഗ്രഹം. ഹല്ലേലൂയ. ഈ വളർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെന്ന് എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കത് വേണം, ഇത് വേണം. ഹല്ലേലൂയ. ഒരു വലിയ ഹോട്ടലിൽ ഇച്ചിരി വെളിവുള്ള ഒരു വ്യക്തി കയറിയ തൻ്റെ വയറിന് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കത്തുള്ളൂ. അവിടുത്തെ ഫുഡ് മുഴുവൻ കഴിച്ചൊന്നും ആരും ഇറങ്ങത്തില്ല, എത്ര വയറനാണെങ്കിൽ. കേട്ടില്ല? ഇത് മുഴുവൻ നിൻ്റേതാണെങ്കിലും ആത്മീയ വളർച്ച കയറി വരുമ്പം നീ ആവശ്യമുള്ളത് മാത്രം അതിനെടുത്ത് നീ മുമ്പോട്ട് ജീവിക്കും. ആരെങ്കിലും ഒരു ആമേൻ പറയാൻ പറ്റുമോ? അല്ലാതെ ഇതിലെല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കത്തില്ല. ഹല്ലേലൂയ. കാരണം യമേൻ ഇപ്പം നിൻ്റെ കയ്യിൽ നീ ഇവിടെ ഇരിക്കുന്ന ഇരുമ്പാ. 1000 കിലോ ഇരുമ്പ് പിടിച്ചോണ്ടിരുന്നാൽ അടുത്ത ജംഗ്ഷൻ നിൽക്കുന്നത് സ്വർണ്ണമാ. നീ ഇതിനെ പിടിച്ചോണ്ടിരുന്ന നിനക്ക് ആരും കേട്ടില്ല. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വലിയ കലവറ നിനക്ക് വേണ്ടി തുറക്കുമ്പം ആവശ്യമുള്ളത് മാത്രം ജസ്റ്റ് ആരും ആമേൻ പറഞ്ഞില്ല. ബൊഫേ സിസ്റ്റത്തിൽ കയറിയ പോലെയാണ് നമ്മുടെ നാട്ടിലുള്ളവർ. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പറയരുത്. ഹല്ലേലൂയ. സ്തോത്രം. കേട്ടില്ല? ആരും പറഞ്ഞില്ല. വലിയ ആൾക്കാരുടെ ഭയങ്കര സാമ്പത്തികമായൊക്കെ ഉള്ളവരുടെ
വിവാഹത്തിനൊക്കെ പോയ ബൊഫേ സിസ്റ്റമാണ്. നമ്മൾ ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചവരാണ്. ചെന്ന പാടെ എന്ത് ചെയ്യും? ഇത്രയും ചോറും അതിൻ്റെ പുറത്തുള്ള സാമ്പാറും എല്ലാം കഴിച്ച് അവിടെ നിന്നൊരു ഏമ്പക്കം വിട്ട് കഴിയുമ്പോഴാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പം ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അല്ല ഇരിക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് എന്നെ എടുക്കാനാ? കേട്ടില്ല, ആരും ഇല്ലല്ലോ. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേരോട് ഞാൻ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും പറയും, ആവശ്യമുള്ളതേ കഴിക്കാവൂ, ഇത് മുഴുവൻ നിനക്ക് കഴിക്കാം. ആരുമില്ല, ഇത് മുഴുവൻ കഴിക്കാനുള്ള പേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. 1, 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിക്കാം. ആരും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ ആവശ്യമുള്ളതേ കഴിക്കാവൂ. ചെന്ന് കയറി ഉള്ള കുത്തിരി മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. പക്ഷെ നിങ്ങൾ ബുദ്ധിയുള്ളതാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് മാത്രം. അന്ന് ഇതിനകത്ത് ഏറ്റവും വലുതുണ്ട്. ആമേൻ പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും വലുതുണ്ട്. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എല്ലാവരും കൈ ഉയർത്തി രാമ. ഇതിനകത്ത് ഏറ്റവും വലുതുണ്ട്. അതിനൊരു വളർച്ച കിട്ടിയാൽ ഇവൻ ഇവിടെ നിൽക്കത്തില്ല. അവൻ ഇതിനെല്ലാം അല്പം എടുത്തിട്ട് അവൻ അവസാനം ചെന്നിട്ട് പറയും, എന്തു വേണം എനിക്ക്? അവനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടവന്, അവൻ്റെ പുനരുത്ഥാനത്തിന് ശക്തി അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ ഇതിനെല്ലാം ചവറ് എന്ന് എണ്ണുകയാണ്. എന്റെ കൂടെ ഉണ്ടോ? പൗലോസിന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൻ പറഞ്ഞു, ഇതെല്ലാം ചപ്പ്, ഇതെല്ലാം ചവറ്. കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. കാരണം ചപ്പിനേക്കാൾ വലുത് കണ്ടു. അതെന്താണ്? ഞാൻ ഒന്നിനെ നേടുവാനാകുന്നു. അവൻ ഞങ്ങൾ ഒന്നിനെ നേടുവാനായിരിക്കുന്നു. We need you, Jesus. എനിക്ക് വേണ്ടത് നിന്നെയാണ് ദൈവമേ. ആരും ആമേൻ പറഞ്ഞില്ല. എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ആത്മാവിൻ്റെ ഒരു ഉന്നത തലങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ചിന്തകളാണിത്. അവൻ ഒന്നുമില്ലാത്തവൻ കയറി പിടിക്കുന്നതല്ല യേശുവിനെ. എല്ലാം കണ്ട് അറിഞ്ഞവൻ വളർന്നവൻ കയറി പിടിക്കുന്നതാണ് യേശുവിനെ. ഈ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യമുണ്ട്, ഈ വളർന്നവരുടെയും വളരാത്തവരുടെയും. എൻ്റെ ബ്രദറെ, യേശു അല്ലാതെ എനിക്ക് ആരുമില്ല അങ്ങനെ പറയുന്നവരെ നോക്കണം. വളർന്നിട്ടേ ഇല്ല. കേട്ടില്ല? എന്നോട് എൻ്റെ ബ്രദറെ, ആകാശത്തിൻ്റെ കീഴിൽ ആരുമില്ല ബ്രദറെ യേശു അല്ലാതെ. അപ്പം ഈ പുള്ളിയുടെ ഒരു ചിന്ത പറഞ്ഞ് ഏറ്റവും കൊള്ളാത്തൊരു സാധനമാണ് യേശു. അത് മാത്രം എനിക്കുള്ളെന്നാണ്. വന്നില്ല. പക്ഷെ വേറെ ചിലരുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പറയും അതല്ലെന്ന്, യേശു ഉണ്ടല്ലോ. ആമേൻ. കൈകൾ ഉയർത്തി രാമയും പറഞ്ഞാട്ടെ. എൻ്റെ ബ്രദറെ, യേശു അല്ലാതെ. അങ്ങനെ കരയുമ്പോഴേ ഓർത്തണം പുള്ളി എന്ത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പണ്ടൊരു അമ്മച്ചിയുടെ മകൻ ഗൾഫിൽ പോയി, UK കൊണ്ടുപോയി. അമ്മച്ചിക്ക് ഒറ്റ മകനേ ഉള്ളായിരുന്നു. അമ്മച്ചി പോയെന്നോട്ടെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം. അമ്മച്ചി പോയെന്ന്, ഈ മോൻ പോയെന്നോട്ടെ അമ്മച്ചി സങ്കടത്തിലാണ്, ഭാരപ്പെട്ടിരിക്കുകയാണ്. കഴിക്കാനുമില്ല, കുടിക്കാനുമില്ല, ഒന്നുമില്ല. ഇവരാ മുറ്റത്തുള്ള ചേമ്പും എല്ലാം പറിച്ച്, ചക്കയൊക്കെ പറിച്ച്, ചക്കയൊക്കെ അണ്ണാൻ കൊത്തിയിട്ട് താഴെ വീഴുന്ന ചക്കക്കുരുവൊക്കെ കഴിച്ച്, അങ്ങനെ ആരും അറിയാതൊക്കെ കുറേ മാസങ്ങൾ തള്ളി മാറ്റി. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം പോസ്റ്റ്മാൻ വരുമ്പോൾ ഹല്ലേലൂയ ഇവരെ വിളിച്ചിട്ടൊന്നും, അദ്ദേഹം കൂടെ വരുന്നതാണ്, പക്ഷേ ഇവരെ വിളിച്ചിട്ടൊന്നും ഇവർക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ പോസ്റ്റ്മാൻ പതിയെ ചെന്ന് അകത്ത് കയറി നോക്കിയപ്പം ഒരു കട്ടിലേൽ ജീവശവം പോലെ കിടക്കുക. അതപ്പം പറഞ്ഞു, എന്നാണ് എൻ്റെ മോനെ, എനിക്കാകെ നോക്കാനുണ്ടായിരുന്നു എൻ്റെ മോൻ മാത്രമുള്ളായിരുന്നു. ആ മോൻ എന്നെ ഇട്ടിട്ട് പോയി, ഞാനിപ്പം പട്ടിണിയാണ്. അന്ന് പറഞ്ഞു, അമ്മ ഞാൻ എല്ലാ മാസവും ഇവിടെ ഓരോ ലെറ്റർ കൊണ്ട് തരുമായിരുന്നു. അതെന്ത് ആണ്ട മോനെ, അവിടെ ആ സൈഡിൽ കമ്പിക്കകത്ത് കെട്ടി
തൂക്കിയിട്ടേക്കുന്ന മോനെ. ചെന്ന് നോക്കിയപ്പോൾ അമ്മച്ചി അതെന്നാന്ന് മനസ്സിലായോ? കത്തല്ല മോനെ. ആ മോൻ അവിടെ ചെന്നിട്ട് അന്ന് മുതൽ കിട്ടിയ ശമ്പളങ്ങൾ ചെക്കായിട്ട് അയച്ചു കൊടുത്തേക്കാണ്. അത് കമ്പി തൂക്കിയിട്ടിട്ട് കിടക്കുകയാണ് ഈ തള്ള. കണ്ടോ കിടക്കുന്നത്? ഹലോ, കണ്ടോ അവിടെ കമ്പി തൂങ്ങിക്കിടക്കുക. ആമേൻ. ആരുമില്ല. സ്തോത്രം. എല്ലും തോലും ആയിട്ടിരിക്കുക. ഉള്ള ചക്കക്കുരുവും ഉള്ള ചൊറിയൻ ചേമ്പും എല്ലാം കഴിച്ച് കാട്ടുപന്നി കുത്തിയിട്ടേക്കാട്ടിലും പറമ്പെല്ലാം കുത്തി തെളിച്ചിട്ടേക്ക് അമ്മച്ചി. ഹല്ലേലൂയ. മനസ്സിലായില്ല. ഹല്ലേലൂയ. ആമേൻ. ആ ചെറുക്കൻ, ആ പോസ്റ്റ്മാൻ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ആ ദേശം വാങ്ങാനുള്ള പൈസ മുഴുവൻ അതിനകത്തൊരു കത്തുണ്ട്. അമ്മച്ചി ഇത് കൊടുത്ത് ഇന്നടുത്ത് ഇന്ന സ്ഥലം വാങ്ങണം, ഇന്ന വീട് വാങ്ങണം, ഇത്ര രൂപ അവിടെ ഇടണം, എല്ലാം അതിനുള്ള പൈസ മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞ ചെക്കിട്ടേക്കുന്നത്. അമ്മച്ചിയുടെ ഒപ്പിട്ടാൽ മാത്രമേ അത് പാസ്സാകത്തുള്ളൂ. ഇനി ആര് കൊണ്ടുപോയാലും പാസ്സാകത്തുമില്ല. അങ്ങനെ നിന്റെ പേർ മാത്രം, നിന്റെ ഈ ഇതുണ്ടല്ലോ, ഈ തമ്പ്, ഇത് മാത്രം ചലിച്ച് ഒപ്പാണെങ്കിലും ഇടാം. നിന്റെ അറിവോടെ നിന്റെ ഈ ഫിംഗർ പ്രിന്റും നിന്റെ ഈ ഐസിന്റെ പ്രിന്റും എടുത്തെങ്കിൽ മാത്രം ചലിക്കുന്ന നിലകളിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് വെച്ചിരിക്കുകയാണ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത്രയും വലിയൊരു നിക്ഷേപം ഉണ്ടായിട്ടും തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് കരഞ്ഞു പറയരുത് എനിക്ക് യേശുവേ ഉള്ളൂ. നീ നെഞ്ചു വിരിച്ചു പറയണം എനിക്ക് യേശു ഉണ്ട്. ആമേൻ. ഈ ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിലും സ്തോത്രം, എൻ്റെ കൂടെ യേശുവുണ്ട്. സ്തോത്രം. ലോകം മുഴുവനും എനിക്ക് വിരോധമാണെങ്കിലും ഈ ലോകത്തെ ജയിച്ചവൻ എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. എത്ര ശക്തികൾ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും മരണത്തെയും പാതാളത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ രാജാവായേ. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. വലിയ ലുലു മോളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അവിടെ കഥകളൊക്കെ ഭയങ്കര ശക്തിയോടെ അടഞ്ഞു കിടക്കുന്നത് കാണും. നീ വെളിയിൽ നിന്നുകൊണ്ട് പറയരുത് അകത്തൊത്തിരി സാധനമുണ്ട്, എൻ്റെ കയ്യിൽ താക്കോലില്ല എന്ന്. നീ വെളിയിൽ നിന്ന് പറഞ്ഞ് കണ്ടിട്ട് ടാറ്റ കൊടുത്തു പോകരുത്. മറിച്ച് നീ അതിലേക്ക് നടക്കുമ്പോൾ സ്വതവേ അത് തുറന്നു മാറും. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീ കണ്ണ് മഞ്ഞളിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ അതിലേക്ക് നടക്കുമ്പോൾ നിന്റെ മുമ്പിൽ അത് സ്വതവേ. ഞാനീ പറയുന്നത് സത്യമാണ്. ആമേൻ. വളരുക. ഹല്ലേലൂയ. ഭയങ്കര ദൈവകൃപയ്ക്കായി സ്തോത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ പഴയ പ്രാർത്ഥനയല്ലേ നമ്മൾ ചുരുട്ടി ചപ്പുകൊട്ട ഇടും. കേട്ടില്ല? എല്ലാം ചുരുട്ടി എന്ത് ചെയ്യും? ചപ്പുകൊട്ട ഇട്ടിട്ട് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന കുറച്ച് വിഷയങ്ങളിലേക്ക് ഒതുങ്ങും. അതിലൊരു മെയിൻ പ്രാർത്ഥനയായിരിക്കും എൻ്റെ പൊന്നപ്പ, എൻ്റെ കണ്ണൊന്ന് തുറക്കപ്പ, എൻ്റെ പൊന്നപ്പ, നിന്റെ വിളിയാലുള്ള ആശയൊന്ന് അറിയിക്കപ്പ, എൻ്റെ പൊന്ന പിതാവേ, വിശുദ്ധന്മാരുള്ള നിന്റെ അവകാശത്തിൻ്റെ ധനം എന്നെ ഒന്ന് കാണിക്കപ്പ. എൻ്റെ പൊന്നപ്പ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇങ്ങനത്തെയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യം വന്നെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഞങ്ങളിതെല്ലാം പ്രസംഗിക്കും. ഞങ്ങളിവിടെ തരുന്ന എല്ലാ മെസ്സേജും പ്രസംഗിക്കും. ഹല്ലേലൂയ. എല്ലാം പ്രസംഗിക്കും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം സത്യമാണ് പറയാം, നിങ്ങളുടെ എബ്ബേസിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും ചാടി
നിങ്ങൾ FASലെ പ്രാർത്ഥന കയറണമെന്ന് എൻ്റെ ആഗ്രഹം. അത് കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യും. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും. ആമേൻ പറഞ്ഞില്ല, ഒന്നുകൂടെ കേട്ടില്ല. ഹാഗാറിന്റെ പ്രാർത്ഥന എന്ന് ചാടി പേരും പറഞ്ഞ പുള്ളിയുടെ എബേസിന്റെ പ്രാർത്ഥന എന്ന് ചാടി നിങ്ങൾ FASലെ പ്രാർത്ഥനയിലേക്ക് എത്തണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അതിരുമില്ല, വീടുമില്ല, ഒന്നുമില്ല. അവൻ പറയുന്ന കാര്യമുണ്ട്, ഇത്രയും വലിയ ദൈവ പദ്ധതി ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ വെണ്ണിക്കട കണ്ണു അടച്ച് കൈയും വടിയും കുത്തിപ്പിടിച്ച് നടക്കാൻ എന്നെ അനുവദിക്കരുതേ. കണ്ടിട്ട് കയറാൻ കാണണം, തിരിച്ചറിയണം, അതിനുള്ള പവർ വേണം. ഓ ഹല്ലേലൂയ. അതിനു വേണ്ടി അവൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ ബലപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. അവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ, നീ ഇവിടെ ഒരു വാഴ്ചയല്ല, നീ ആത്മലോകം മുഴുവൻ വാഴ്ച നടത്തും. കേട്ടില്ല പോരല്ലോ, ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. നീ ആ ആത്മ വളർച്ച എത്തുമ്പം, കേട്ടില്ല നീ ആത്മ വളർച്ച എത്തുമ്പം ദൂതനെ ഒന്ന് വരാമോ എന്ന് നീ പറയത്തില്ല, ദൂതനെ നീ വിധിക്കും. നിങ്ങൾക്കറിയുന്നില്ലയോ, നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. ഇന്നൊരു ദൂതനെ ഒന്ന് കാണിക്കാമോ, ഒരു ദൂതൻ വരാമോ, ഒരു ദൂതനെ ഒന്ന് എത്തിക്കാമോ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നീ ആത്മാവിൽ വളരുമ്പത്തിന് നീ ദൂതന്മാരെ വിധിക്കാൻ തുടങ്ങും. എനിക്കറിയില്ല, ഇങ്ങനത്തെ ഈ ദൂതുകൾ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കരമായ ചില ചലനങ്ങൾ ഈ സഭയിൽ നടക്കാൻ പോകുന്നു. ആരൊക്കെയോ പെട്ടെന്ന് വളരുന്നു. വളർച്ചയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് സമയം പോലും ബാധകമല്ല. സമയം ഉണ്ടേലും വളരത്തില്ല. രണ്ട് തിരിച്ചു മറിച്ച് കണ്ടോ? കേട്ടില്ല, ഒന്നുകൂടെ പറയാം. സമയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് എബ്രാഹിം പറഞ്ഞത് കാലം നോക്കിയാൽ. ഞാൻ ഇത്രയും ചെറിയ കാര്യം പറഞ്ഞപ്പോഴേ ചിലർ ഉറങ്ങിപ്പോയില്ലേ? നിങ്ങൾ ക്ഷമിക്കോ, പേടിക്കൊന്നും വേണ്ട, ഉറങ്ങിക്കോ, നോ പ്രോബ്ലം. കാരണം എന്താ, നമ്മളുമായിട്ട് അതങ്ങ് കണക്റ്റഡ് ആകുന്നില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? അത് പ്രസംഗത്തിന്റെ കുഴപ്പമല്ല, നമുക്കത് വഹിക്കാനുള്ള ശക്തിയില്ലായ്മയുടെ കുഴപ്പമാണ്. എത്ര നാൾ നമ്മളെ പാമ്പേഴ്സ് കെട്ടി നടത്തും? ആരും കേട്ടില്ല. ഹല്ലേലൂയ. എത്ര നാൾ പറയുന്നില്ല, ആരുമില്ല. തന്നെ എഴുന്നേറ്റ് നടക്കണ്ടേ? അപ്പൊ കാലം അധികമായെന്നോർത്ത് വളർച്ച വരണമെന്നില്ല. കാരണം കിട്ടുന്ന ഭക്ഷണം എന്നും കുറുക്കും ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവമനുഷ്യൻ എഴുതിയ ഒരു ഹൃദയത്തിൽ എഫേസ്യ ലേഖനത്തെക്കുറിച്ച് വിവരിച്ച ഒരു ഫിലിമുണ്ട്. ഞാൻ ഫിലിം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൂടെ നിങ്ങൾ പോയിട്ട് എല്ലാം നോക്കും. നമ്മുടെ വളർച്ച അങ്ങനെ ആകുന്നുണ്ട്, കുഴപ്പമാണ്. ഹല്ലേലൂയ. അതിനകത്തൊരു കാര്യമുണ്ട്. ഒരു സിംഹം ആരോ പേടിച്ചിങ്ങനെ ഓടിപ്പോകുമ്പോൾ ചെന്ന് കൂടുന്നതൊരു പന്നിക്കൂട്ടത്തിനകത്തോട്ടാണ്. ഈ പന്നിക്കൂട്ടത്തിനകത്ത് കൂട്ടുകാര് പന്നി, പറവ ഒക്കെയാണ്. അപ്പം വിശക്കുമ്പോൾ ഈ പന്നി എന്ത് പുറ്റ് കുത്തി പൊട്ടിച്ച് പുഴു തിന്നും. ഇവൻ കുറേ നാൾ ഇങ്ങനെ വളർന്നു കഴിഞ്ഞപ്പം ഇവനെ കണ്ട് എല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷെ കാരണം ഒരൊച്ചയൊക്കെ പന്നി ഓടുമല്ലേ,
ഇവൻ ഇതിനെക്കാട്ടും മുമ്പേ കയറി ഓടുക. കാരണം ഇവൻ്റെ അസോസിയേഷൻ അങ്ങനത്തെ ഗ്രൂപ്പാ. കേട്ടില്ല? നിങ്ങളുടെ അസോസിയേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി. ഒരു കാലഘട്ടമൊക്കെ അതൊക്കെ ഉണ്ടാകട്ടെ. നീ കയറി വാ യേശുവിൻ്റെ നാമത്തിൽ. അവിടെ ഒരു അനങ്ങുമ്പോഴും ഇവൻ പറക്കുന്ന പറക്കിന് വഴി ഇങ്ങനൊന്നും പോകത്തില്ല. കാരണം പറഞ്ഞില്ല, വെടികുട്ട പന്തി പോകുന്നല്ലേ. കാരണം എന്താണ്? അപ്പുറത്ത് മതിലുണ്ടതുപോലെ നോക്കത്ത് ചെന്ന് ഇടിച്ചേ അവൻ നിൽക്കത്തുള്ളൂ. കാരണം അത് അവിടെ നിന്ന് തിരിഞ്ഞു പോകണമെന്ന് ബോധമില്ലല്ലോ. നിങ്ങൾ പന്നിയാകരുത്. ഹല്ലേലൂയ. ഇപ്പൊ വിശക്കുമ്പോ ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇവന് ഒരു തേറ്റയുണ്ട്, അത് വെച്ചൊരു ഒറ്റ കുത്ത്, അതിനെ മുഴുവൻ മറിച്ചിട്ട് അതിനകത്ത് പുഴുവും തിന്നി നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നത്, ഇതൊരു ഫിലിം തന്നെ കേട്ടോ. അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നത്, ഇവൻ്റെ കൂടെയുള്ളൊരു സിംഹം തിരിച്ചു പിടിച്ചോണ്ട് പോവുക. അവനുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ മനസ്സിലാകുന്ന ഇവന് വില ഉണ്ടെന്ന് തന്നെ. അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് അവൻ്റെ അപ്പനെ അറിയാം. അപ്പൻ രാജാവാണ്. അവനെ ചെന്ന വെള്ളത്തിലേക്ക് അവനിങ്ങനെ കാണിക്കും. വെള്ളത്തേക്ക് നോക്കുമ്പോൾ തന്നെ അന്ന് അവൻ്റെ മുഖം കാണുന്നേ. അവൻ വെള്ളത്തിൽ നോക്കുമ്പോൾ അപ്പൻ്റെ മുഖമാണ്. അവൻ അപ്പനെ അറിയാം. അപ്പനെല്ലാം ഒറ്റ വാക്ക് പറഞ്ഞാൽ അടക്കും, ഒറ്റ വാക്ക് പറഞ്ഞാൽ വിറയ്ക്കും. ഇപ്പം അവന് മനസ്സിലായി, എൻ്റെ യഥാർത്ഥ രൂപം പന്നിയല്ല, എൻ്റെ യഥാർത്ഥ രൂപം എൻ്റെ അപ്പനാണ്. ഹല്ലേലൂയ. ശരബന ഹർബന ജനദനികടകദന. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിന്നെ തകർക്കാൻ കഴിയാത്ത നിലയിലാണ് ദൈവത്തിന് പണിതിരിക്കുന്നത്. കൈകളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ആമേൻ. ഇന്നലത്തെ ദൂത വീണ്ടും കയറി വരുന്നു. എനിക്കറിയില്ല സാറാൻറ്റി എന്താ കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഒന്നായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ എല്ലാ ദൂതം ഒന്നായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. കൈകളെ ഒന്നുകൂടെ ഉയർത്തി ആമേൻ പറഞ്ഞേ. നീ ആരാന്ന് കാണണം. ആമേൻ. നിന്നെ മൃഗവുമായിട്ടാണ് വചനം കണക്ട് ചെയ്യുന്നെങ്കിൽ നീ പന്നിയല്ല, സിംഹ. ആരെങ്കിലും ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ? യുദ്ധവുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്നെങ്കിൽ നീ പട്ടിയല്ല, നീ കുതിരയാ. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ? ഹല്ലേലൂയ. ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നീ പാമ്പ. നിഷ്കളങ്കമായിട്ട് നിന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നീ പ്രാവ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പക്ഷിയുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നീ കാക്കയല്ല. മിണ്ടുന്നെങ്കിൽ കരങ്ങളെ അടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. നിന്നെ മത്സ്യമായിട്ടാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ നീ പൂഞ്ഞാണല്ല, നീ അവൻ ലിവ്യാഥാനാണ്. എത്തവർക്ക് ആമേൻ പറയാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ വചനം അങ്ങനെ പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ. എനിക്ക് ആ ദൂത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിംഹം കാട്ടിലെ രാജാവാണ്, കഴുകൻ ആകാശത്തിലെ രാജാവാണ്, പക്ഷെ ലിവ്യാതാൻ സകലത്തിൻ്റെ രാജാവാ. ആ വാക്ക് അങ്ങനെ നിർത്തുന്നത്. അവൻ സകലത്തിൻ്റെയും ദൈവം, നിന്നെ സകലത്തിനും. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ ആ ദൂത് ഞാൻ എടുക്കുന്ന വചനത്തിലേക്കൊന്നും വരാൻ പറ്റിയില്ല. ഞാൻ വചനം വായിച്ചായിരുന്നോ? ഇല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം. അപ്പോൾ നമുക്ക് പ്രായം ചെന്നെന്നോർത്തോണ്ടൊന്നും വളരണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
ചില വലിയ പ്രായം ചെന്നവരൊക്കെ കാണത്തില്ലേ, ജസ്റ്റ് ഒരു കോഴി കരയുമ്പോൾ തന്നെ ഇവിടുത്തെ കാർച്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിപ്പോ. കേട്ടില്ലേ? എന്താണ്? ആ കോഴിയെ നോക്കി ആ കോഴി അടുപ്പച്ചട്ടി കയറും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്താണ് അങ്ങനെ വളരാത്തതിന്റെ കാരണം? അവരുടെ അസോസിയേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, ആമേൻ, എൻ്റെ ചേട്ടൊക്കെ പറഞ്ഞോട്ടെ, ഇല്ല ഞാൻ പറഞ്ഞോട്ടെ, കേക്കോ? കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാം. കർത്താവിൻ്റെ കാന്തമാരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ആരാകാനാ നിൽക്കുന്നേ? ഈ കാന്ത ആരാ? സഭ. ഏത് സഭ? പറഞ്ഞോ, ഒറ്റ വാക്കി പറഞ്ഞ, വളർന്ന സഭ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിന്റെ പ്രാർത്ഥന, ക്രിസ്തു എന്ന തലയോളം. ഇവിടേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മറ്റേ സകല പ്രാർത്ഥന ഉണ്ടല്ലോ, ചുരുട്ടി നിങ്ങൾ പോകുന്ന വഴിക്ക് താഴെ എറിഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ. സ്വത്രം. ഇപ്പൊ നിങ്ങളൊന്നും എറിയണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്ത് കൊണ്ടുവരാം. പക്ഷെ അവിടെ എത്തണം. ലോണൊക്കെ പ്രാർത്ഥിച്ച് മാറ്റിത്തരാം, ഉറപ്പ് കേസാ. വീട്ടിലെ പ്രശ്നമൊക്കെ മാറ്റിത്തരാം, ആ ഉളുക്കും ചുളുക്കും ഒക്കെ മാറ്റിത്തരാം, കടമൊക്കെ മാറ്റിത്തരാം, എല്ലാം. പക്ഷേ എല്ലാം മാറ്റി, നിങ്ങൾ വന്ന വിഷയം കേസ് പരിഹരിച്ചോളാം, അത് ഉറപ്പാ. അങ്ങനെ നിങ്ങൾ പേടിക്കുന്നു, അങ്ങനെ ഒന്നും പേടിക്കേ വേണ്ട. പക്ഷേ ഉളുക്ക് മാറ്റാനല്ല ഇത് വേറൊരു സംഭവമാണ്. ദൈവത്തിൻ്റെ ബ്രൈഡ് ഉണ്ടാകണം, മണവാട്ടി. അത് നീയാണ്. അതാണ് റിയൽ ലൈഫ്. യഥാർത്ഥ ജീവിതത്തിൽ നീ ഗ്ലോറിയിൽ നിൽക്കണം. നിങ്ങൾ വന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ നീ സ്റ്റാർ ആയിരിക്കണം. അന്ന് ആകാശമണ്ഡലത്തിൽ ബുദ്ധിമാന്മാർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. തീർന്നില്ല. അന്ന് വേറെ വാക്ക് പറയുന്നു, ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ട് അവിടെ നീവിച്ചിരിക്കും. ആമേൻ. സൂര്യൻ ഉദിക്കുമ്പോ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ചോണ്ടിരിക്കും. എന്തോ ഒരു ഗതിയല്ലേ? ആ മെഴുകുതിരി കത്തുന്നുണ്ടോന്ന് നോക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോഴേ, നിങ്ങൾ ആരും മനസ്സിലായില്ല, സൂര്യൻ നട്ടുച്ചയ്ക്ക് ഉദിച്ചു വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ തന്നെ മെഴുകുതിരി കത്തി അവിടെ വഴി വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാണുമോ? അതും നിങ്ങൾക്ക് മനസ്സിലായി. നല്ല സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ ബൈക്കിലെ ചേട്ടായിമാരൊക്കെ ലൈറ്റ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? ലൈറ്റ് പോലും കാണുന്നില്ല. പിന്നെയാ ആകാശത്തിലെ അടുത്ത ജീവിതത്തിലെ പൗലോസൊക്കെ സൂര്യനായിട്ട് നിൽക്കുമ്പം നീ ഉണങ്ങിക്കരിഞ്ഞ് വെട്ടവും ഇല്ലാതെ ഒരു ചെറിയ മെഴുതിരിയായിട്ട് ഇങ്ങനെ നിൽക്കുക. 10 ദിവസമാണേ കുഴപ്പമില്ല, 10 മാസമാണേ കുഴപ്പമില്ല, നിത്യ യുഗം. അന്ന് എന്നെങ്ങ നിങ്ങൾ ആ വഴി കണ്ട, നിങ്ങൾ പറ എന്നെങ്ങ ആ വഴി കണ്ടാൽ നിങ്ങൾ എന്നാ പറയും? കർത്താവിനോട് പറയും, സോറി കർത്താവ്, അവനോട് കൊടുക്കുക എന്ന് പറയും. കേട്ടില്ല. കർത്താവോട് പറയും, കേട്ടില്ല ആരും. കർത്താവേ സോറി, ആ പുള്ളിക്കിട്ടൊരെണ്ണം കൊടുക്കാന്ന് പറയും. എന്നിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും, നിങ്ങളുടെ അടുക്ക വന്നേ ആ കടമാങ്കുളത്തിൽ നിന്നും ആ 504 നിന്നും എല്ലാ മാസവും ഉപവാസം എന്ന് പറഞ്ഞ് 7 ദിവസം വന്നിരുന്നപ്പം എന്നെങ്കിലും ഒരു ദിവസം നിത്യ മണവാട്ടിയാകുന്നൊരു ദൂത് പറഞ്ഞോ? അന്ന് കടവും അഴിച്ച് ബന്ധനം അഴിച്ച് കെട്ടും പൊട്ടിച്ച് വിട്ടതല്ലേ? എൻ്റെ ഗതി കണ്ടോ പാസ്റ്ററേ? ആരുമില്ല. അന്ന് ഞാൻ ആ ബുദ്ധിമുട്ടി വന്നപ്പോഴും എനിക്ക് ഒരു സത്യം ഒന്ന് തുറന്നു തരുമായിരുന്നെങ്കിൽ, അത് കേട്ടില്ലെങ്കിൽ രാത്രി ചെല്ലുമ്പം ദൂതനെങ്കിലും വചനെങ്കിലും എന്നെ സ്വപ്നത്തിൽ ഒന്നെങ്കിലും തൊടുമായിരുന്നല്ലോ. അതുപോലും പറഞ്ഞു തന്നില്ലല്ലോ എൻ്റെ പാസ്റ്ററേ. കണ്ടോ, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ
മെഴുകുതിരിയായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഞാൻ ജീവിതകാലം മുഴുവൻ എന്ന് നമ്മളൊക്കെ ലേഖനത്തിലെത്തും. ആമേൻ പറഞ്ഞില്ല, കേട്ടില്ല. എന്ന് നമ്മളിനി ലേഖനത്തിലേക്ക് എത്തും. ലേഖനത്തിൻ്റെ ഒരു ചെറിയ മെസ്സേജാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ. ആമേൻ പറഞ്ഞോട്ടെ. സങ്കടം വന്നോ? സങ്കടം പെടരുത്, ഇത് സത്യമാണ്. റിയൽ ലൈഫ് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അവിടെ സ്റ്റാർ ആയിരിക്കണം. കൈകളെ ഉയർത്തി ആമേൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ വാക്ക് പറഞ്ഞല്ലോ, ആ വളർച്ച എന്നൊരു സന്ദേശത്തിൽ ആ വാക്ക് നിർത്തുന്നേ. ഞാൻ അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പെണ്ണ് കയ്യിലൊരു നിപ്പിള് കുപ്പിയൊക്കെ പിടിച്ച് ഉടുപ്പൊക്കെ ഇങ്ങനെ പറത്തി അച്ചാന്ന് പറഞ്ഞ അതുവഴി ഒരു കൈ വായിക്കാത്തും ഒരു കയ്യിൽ നിപ്പിള് കുപ്പിയും പിടിച്ച് ചാടി അതുവഴി വന്ന എനിക്ക് കേട്ടാൻ, എൻ്റെ മോനെ, എനിക്കതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഹല്ലേലൂയ. ഇനി അത് പോട്ടെ, നിങ്ങൾ സഹോദരിമാരോട് പറയാം, നിങ്ങൾ കല്യാണത്തിന് നല്ല സാരിയൊക്കെ കൊടുത്ത് അവിടെ നിൽക്കുമ്പം ഓസ് കൊണ്ട് വളച്ചൊരു വളയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിരിച്ച് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് പീ എന്ന് പറഞ്ഞ് ഹോണും അടിച്ച് അവിടെ നിർത്തി എന്നെ കെട്ടിക്കോന്ന് പറഞ്ഞ് അവിടെ നിന്നാലോ? ആരുമില്ലേ? അതെന്താ പറയും? ശരീരേ വളർന്നിട്ടുള്ളൂ. കേട്ടില്ല? പറഞ്ഞാട്ടെ, ശരീരേ. അപ്പൊ ഇവിടെ ശരീരം വളർത്തുന്ന സ്ഥലം മാത്രമല്ല, ഈ അകത്തൊരു ആത്മാവുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ഇത്ര മെസ്സേജിനകത്ത് എവിടേക്കും ഒരു ഷോക്ക് വന്നിട്ടുണ്ട്, സാരമില്ല, അത് മതി, അത് ചെറിയ ട്രീറ്റ്മെന്റാ, പിന്നെ വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇതിലേക്ക് എത്തുന്നത് ഈ ചെറിയ വഴിയിലൂടെയാ. പക്ഷെ അവിടെ നമ്മൾ എത്തണം. അപ്പൊ അതെന്താണ്? പക്വതായിട്ടില്ല എന്ന് പറഞ്ഞാൽ, മണവാട്ടി എന്ന് പറഞ്ഞാൽ ആ മണവാളന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ഈക്വലായൊരു വ്യക്തിയാണ്. അത് മണവാട്ടി എന്ന് പറഞ്ഞാൽ അത് പാർട്ണർഷിപ്പാണ്, അല്ലേ? പങ്കാളിത്തമാണ്. തുല്യമായിട്ട് കാര്യങ്ങൾ ചെലവഴിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് കർത്താവ് ഒരു വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. കേട്ടില്ല? എനിക്ക് ഭയങ്കര ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? എനിക്ക് വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു ചർച്ചിൻ്റെ മിനിസ്ട്രി ശുശ്രൂഷയൊക്കെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഉള്ള പെൺകുട്ടി, അവളാണ് എഴുന്നേക്കത്തുമില്ല, കുളിക്കത്തുമില്ല, കഞ്ഞിയും വെക്കത്തില്ല. അവൾ 24 മണിക്കൂർ ഫോണും ഞോണ്ടി അതും കാണിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മിനിസ്ട്രിക്ക് ആ വ്യക്തി ഒക്കുമോ? എനിക്കേതായാലും ഞാൻ അങ്ങോട്ട് പോയി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ആരും ഇല്ലേ ഇവിടെ? ഞാൻ സഹോദരിമാരോട് പറഞ്ഞേക്കാം, നിങ്ങളുടെ കെട്ടിയാവുവന് ഒരു ദർശനമുണ്ട്. യേശുവിനെ കണ്ടില്ലെങ്കിൽ പോട്ടെ, ആ ദർശനത്തോട് ചേർന്ന് നിങ്ങൾ നിൽക്കണം. ആ ദൈവം തന്ന ദർശനത്തിന് വിരോധമാണെങ്കിൽ വിഷയമില്ല. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുമിച്ച് ആ പാർട്ണർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹലോ, വന്നാട്ടെ പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ കൂടി കൈ ഉയർത്തിക്കേ. കേൾക്കുന്നുണ്ടോ സഹോദരിമാർ? കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭാര്യ UK എങ്ങനെ വണ്ടി ഓടിക്കാം, അവിടുത്തെ പെണ്ണുങ്ങളുടെ ചുണ്ട് ചുമന്നിരിക്കുന്നത് ഏത് ലിഫ്റ്റിക്കാണ്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരുമില്ല. നീയൊക്കെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ കഴിച്ചവരെ ഞാനൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അഭിഷക്തനെ കെട്ടിക്കോണം. ഇനി അത് ഡോക്ടറാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ആ ദർശനത്തോടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ 1000 നേടാം.
അതാണ് മണവാട്ടി. അയ്യോ, ആരും ഇല്ലല്ലോ. സ്വത്രം. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളധികം ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ സമയം ചെലവഴിക്കും. കാരണം ചുമ്മാ നടന്ന ദോശ ചൂടുക ഒന്നുമല്ല. നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞാൻ അത് കൂടെ എൻ്റെ ദർശനം ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റും അങ്ങോട്ട്. കേട്ടില്ല? എന്ത് ചെയ്യാണ്? നിങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ അകത്തെ അവിടെ അകത്ത് ദോശയും എങ്ങനെ പുളിക്കറി വെക്കാം, എങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചൊക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കാം. കേട്ടില്ല? ആരുമില്ല. അപ്പം എന്ത് ചെയ്യും, നമ്മളവിടെ കൂടെ നിന്ന് മുട്ട പൊട്ടിച്ചുണ്ടാക്കുന്ന കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും, ദർശനം കയറ്റും. അവസാനം ഇപ്പം ആ മുട്ടക്കറിയൊക്കെ എവിടെ പോയെന്ന് ഇപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടില്ല. കൂട്ടിയിട്ട് വർഷങ്ങളായി. ആരെങ്കിലും മനസ്സിലാകുന്നുണ്ടാണ് ഞാൻ ഈ പറയുന്നത്? ബിബിൻ പാസ്റ്റർക്ക് ആദ്യം അറിയായിരുന്നു ഇതൊക്കെ. ആ കറിയെ അവൾ മറന്നുപോയി. ഇന്ന് ഞങ്ങളുടെ ടോക്കിംഗ്, ഇന്ന് ഞങ്ങളുടെ സംസാര വിഷയം, അച്ഛാ എങ്ങനെ അച്ഛൻ്റെ ദർശനത്തിലേക്ക് എനിക്ക് കയറി വരാം? ഞാൻ ഇച്ചിരി വീക്കായാൽ എങ്ങനെ അച്ഛൻ്റെ ദർശനം പൂർത്തീകരിക്കും? ഞാൻ ഇച്ചിരി വീക്കായാൽ എങ്ങനെ ഉണർവിൽ നിൽക്കാൻ പറ്റും? എൻ്റെ കർത്താവ് എത്ര നല്ല ദൈവം. അതുകൊണ്ട് അവൾ ക്ഷീണിക്കുന്നില്ലെന്നോ തളരുന്നില്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവൾക്ക് അവിടെ ഉള്ളിൽ അലട്ടുന്ന വിഷയം, എനിക്കെങ്ങനെ ദൈവം ഏൽപ്പിച്ച അച്ഛന് കൊടുത്ത ദർശനത്തോട് ചേർന്ന് അതിന് മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കേട്ടില്ല? അതിന് പാത്രമൊക്കെ കഴുകി കൊടുത്തു. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവിടെ, കേട്ടില്ല, എൻ്റെ ദർശനം അമ്മയെ പറയാൻ പറ്റുമോ? അയ്യോ ഇതെന്തൊരു പാസ്റ്ററാണ്, എൻ്റെ യേശുവിൻ്റെ അതുപോലെ കുക്ക് വേറെ ആരുമില്ല. എടാ, നിന്നെ നേടാൻ മീൻ ചുട്ടു തരണമെങ്കിൽ അവൻ എന്താണ് ഉണ്ടാക്കി തന്നിട്ട് നിന്നെ വെളിയിലോട്ട് കയറ്റും. ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കി ഹല്ലേലൂയ പത്രോസിന് കൊടുത്തു. അവനെ പിടിച്ച് അടുത്തിരുത്തിട്ട് പറഞ്ഞു, കുഞ്ഞാടിനെ മേയിച്ചോളാൻ പറഞ്ഞു. അവൻ പിന്നെ ഫിഷ് ബാർബിക്യൂ എങ്ങനെ ഉണ്ടാക്കുന്ന ചോദിച്ചില്ല. അതൊക്കെ മറന്നേ. പിന്നെ അവൻ ഓർത്തത് എങ്ങനെ ഈ കുഞ്ഞാടുകളെ മേയ്ക്കും. കൈകളെ ഉയർത്തി. എന്തോ സംഭവിക്കുന്നേ, കേട്ടില്ല? എന്തോ സംഭവിക്കും. ആത്മമണ്ഡലത്തിൽ എന്തോ കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. എത്ര പേർക്ക് കൈകളെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ? അപ്പം മണവാട്ടി എന്ന് പറയുന്നത് അതിനകത്ത് മറ്റൊന്നുമല്ല, പങ്കാളിത്തമാണ്. ക്രിസ്തുവിന് പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ റിയൽ ക്രൈസ്റ്റ് കിങ്ഡം ലിറ്ററലി വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അവിടത്തെ ഒരു അധികാരിയാണ് ഇവിടെ വന്നിരിക്കണേ. അതുകൊണ്ട് മക്കളെങ്കിലോ നാം അവകാശികളും. ആ വാക്ക് ക്രിസ്തുവിനോടുകൂടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അത് ഈക്വലായിട്ട് നിനക്ക് തരും. അവിടെയാണ് നമ്മൾ പറഞ്ഞ റേഞ്ചിലേക്ക് എത്തുന്നത്. നിങ്ങൾ ദൂതന്മാരെ, ഈ ഭൂമിയെ പോലെ ഒരു ഗ്രഹം മാത്രമല്ലേ ഉലകത്തിലുള്ള. ഈ ഭൂമിയെ പോലെ കോടാനുകോടി ഗ്രഹങ്ങൾ അടങ്ങിയതാണ് ഗാലക്സി. ഈ ഗാലക്സിയെ പോലെ കോടാനുകോടി ഗാലക്സികൾ അടങ്ങിയതാണ് യൂണിവേഴ്സ്. അവിടെയൊക്കെ വെച്ച് ഭൂമിയെ നോക്കിയാൽ ഭൂമി ഒരു പൊട്ടിന്റെ പൊട്ട് പോലും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ന് ജീസസ് ആണ്, ഫാദറാണ്. അതിനെ മുഴുവൻ റൂൾ ചെയ്യാൻ നിനക്കും ഒരു പങ്കാളിത്തം ദൈവം തരും. അവിടെയാണ് ദൂത്, നിങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. ഇവിടെ ഇരിക്കുന്നത് രാജാക്കന്മാരാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലെയും രാജാക്കന്മാരെയാണ് നാം ഇവിടെ വളർത്തുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്.
നിത്യലജ്ജയ്ക്ക് വേണ്ടി ഒരു തലമുറ നിൽക്കുമ്പോൾ അവൻ സൂര്യനെ പോലും ലജ്ജിപ്പിക്കുന്ന നിലകൾ ശോഭിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അന്നാളിൽ സൂര്യന്റെ ശോഭ കുറയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. നാളുകളിൽ നിങ്ങൾ നിൽക്കുന്ന റേഞ്ച് കണ്ടുണ്ടല്ലോ. കൈകളെ ഒന്ന് തട്ടാൻ പറ്റുന്നവർ കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്ക്. ശബലബ റബലബ തുരിദിനി ഘടകദം ചലഗദം തുരിഗദം ചാലകം ധേരികം സംഭ്രമം. നിന്റെ വെളിച്ചം ഇനി പകൽ സൂര്യനായിരിക്കത്തില്ല. നിന്റെ വെളിച്ചം ഇനി രാത്രിയിൽ ചന്ദ്രനായിരിക്കത്തില്ല. യഹോവയുടെ തേജസ് നിന്റെ വെളിച്ചമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ലേ? കേട്ടില്ല? ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ലേ? സൂര്യൻ നട്ടുച്ചയ്ക്ക് ഉദിക്കുമ്പോ മെഴുകുതിരി കത്തുന്ന പോലെ നീ ഗ്ലോറിയിലേക്ക് എത്തുമ്പം മെഴുകുതിരി പോലെ ആകും സൂര്യൻ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അനേകർ നിന്റെ ഉദയശോഭയിൽ നടക്കും. അവിടേക്ക് നിന്ന് ഈ ഗ്ലോറിയെ പഠിപ്പിക്കുന്ന അല്ലാതെ വേറെ സാധനമൊന്നും അല്ല. ഇത് വേറെ ലെവലാ. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഇന്ന് നീ സൂര്യന്റെ മുമ്പിൽ ഒരു മെഴുകുതിരിയാണെങ്കിൽ നീ യേശുവിനെ അള്ളിപ്പിടിച്ചോ, നാളെ നിന്റെ മുമ്പിൽ സൂര്യൻ ഒരു മെഴുകുതിരിയാകും. കാരണം നിന്റെ മേൽ നീതി സൂര്യൻ ഉദിക്കും. ഉണർവിന്റെ അടുത്ത ലെവലാണ് ഉദയം. ആരെങ്കിലും ആമേൻ പറഞ്ഞ? ഉദിക്കും, ഉദിക്കും. ഞാൻ നിങ്ങളെ ഉണർവിലേക്കല്ല നയിക്കുന്നത്, അവൻ ഉദ്ദീപിക്കലിലേക്കാണ് നയിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക. റിവൈവ്ഡ്, റൈസ്, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക. അതാണ് റിവൈവൽ. പക്ഷെ നീ റിവൈവലിൽ വരുന്നത് വേറൊരു കാര്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന്റെ തേജസ് നിന്റെ മേൽ. അപ്പോൾ ഉണർവിന്റെ അപ്പുറത്തൊരു തലമുണ്ട്. അത് ഉദയമാണ്. ജീസസ്. നിങ്ങളുടെ വലിപ്പം നിങ്ങളുടെ വീടിന്റെ വലിപ്പമല്ല. കേട്ടോണം, കേട്ടോണം. നിങ്ങളുടെ വലിപ്പം നിങ്ങളുടെ വീടിന്റെ വലിപ്പമല്ല. നിങ്ങളുടെ റേഞ്ച് നിങ്ങളുടെ വീടിന്റെ വലിപ്പമല്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വലിപ്പമല്ല. നിങ്ങളുടെ വലിപ്പം ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ വലിപ്പമാണ്. കേട്ടില്ല, കേട്ടില്ല? നിങ്ങൾ ഈ ദൈവത്തിന്റെ കണ്ണിൽ ഈ വലിപ്പത്തിലാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം മുക്കുവന്മാരായ സാധാരണക്കാരായ ആ ജനത്തെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു തന്നെ സന്തോഷിച്ച് പറയുകയാണ്, ഇത് സ്തോത്രം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ഇവർക്കത് വെളിപ്പെടുത്തിയല്ലോ. കൈകളെ തട്ടി യേശുവിനൊരു ആരാധന. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് ആ വെളിപ്പാടിലൂടെ അവരുടെ റേഞ്ച് കണ്ടു. ആമേൻ പറ, ആമേൻ പറ. അപ്പൊ നിങ്ങളുടെ റേഞ്ച് നിങ്ങൾ കേൾക്കുന്ന റെവലേഷനാ. ഇത് ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും ജ്ഞാനികൾക്കും
മറച്ചു വെച്ചിട്ട് നീ ഇവർക്ക് ഇതെന്ത് ചെയ്തു? അതുകൊണ്ട് എന്ത് ചെയ്തു? വിത്തിൻ ഇയേഴ്സ്, കേട്ടില്ല, വിത്തിൻ ഇയേഴ്സ് വിവേകികളും ജ്ഞാനികളും ഇവരുടെ മുമ്പിൽ കണ്ണു തള്ളി. കാരണം അവരെ ഉയർത്തിയത് പണമല്ല, റെവലേഷനാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ പ്ലീസ്. കൈകളെ, നിങ്ങൾക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ആമേൻ പറഞ്ഞ്. ഞാൻ ഇന്ന് പറയുന്ന ദൂത് ശ്രദ്ധിച്ചോണം. ഇന്ന് കേൾക്കുന്ന സ്ഥലത്തേക്ക് വിത്തിൻ ഇയേഴ്സിൽ നിങ്ങൾ എത്തിയിരിക്കും. ഇപ്പൊ ആ കടത്തിന്റെ ചിന്തയെ പോയില്ലേ? കേട്ടില്ല? ആ രോഗത്തിന്റെ ചിന്ത ഇപ്പൊ ഓർത്തെടുത്താലല്ലേ ഉള്ളൂ. വന്നില്ല. ആ വീട്ടിലെ പ്രശ്നം ഇപ്പൊ ഒന്ന് എന്തിനാണെന്ന് ചിന്തിച്ചാലേ കിട്ടത്തുള്ളൂ. ഇതായിരുന്നു ആദിമസഭ. നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ഇങ്ങനെ ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓടിക്കുകയല്ല, നിങ്ങളെ വിട്ട് ഓടിക്കും, നിങ്ങളെ വിട്ട് ഓടിപ്പോയിരിക്കും. ഞാൻ ഒരു വചനം പറയട്ടെ, ഏറ്റെടുക്കോ? അതോറിറ്റി അറിഞ്ഞാൽ നിങ്ങൾ പിശാചിനെ ഓടിക്കും. കേട്ടില്ല? ഒന്നുകൂടെ പറയാം. അതോറിറ്റി, നിങ്ങളുടെ മേലുള്ള അതോറിറ്റി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പൈശാചിക മണ്ഡലത്തെ ഓടിക്കും. എന്നാൽ റെവലേഷൻ കിട്ടിയാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടും. ഇത് ഏറ്റെടുത്തില്ലെന്ന്. അതോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പിശാചിനെ ഓടിക്കും. പക്ഷെ നിങ്ങൾക്ക് റെവലേഷൻ കിട്ടുമ്പോൾ പറഞ്ഞില്ല അവൻ നിങ്ങളെ വിട്ട് ഓടും. നിങ്ങൾ പിശാചിനെ ഓടിക്കുന്ന ലെവലിൽ നിന്ന് അവൻ നിങ്ങളെ കാണുമ്പോൾ ഓടുന്ന ലെവലിലേക്ക്. അവിടെയാണ് ഒരു കൂട്ടം അധികാരികൾ മുഴുവൻ കൂടി നിന്നിട്ട് പറയാണ്, നമ്മളെന്നാ ചെയ്യും? കേട്ടില്ല പറഞ്ഞോ നമ്മളെന്നാ ചെയ്യും? പള്ളിയും എത്രയും വലിയൊരു പുസ്തകം എല്ലാം ഇവന്മാരുടെ കയ്യിലുണ്ട്. ജനം എല്ലാം പോകുമ്പോൾ തന്നെ ഇവന്മാർ വട്ടം കൂടെ പറയും, ഇനി നമ്മൾ എന്നാ ചെയ്യും? ജനമെല്ലാം അവൻ്റെ പുറകെ. പൈശാചിക മണ്ഡലത്തിൽ ഇങ്ങനെ സംസാരം ഉണ്ടാകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ നമുക്ക് മേലെയാണല്ലോ. ഞാനെന്ന ആത്മാവിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിലേക്ക് നിങ്ങളെ കയറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ കൈ അടിച്ചേറ്റെടുത്തോ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയ്ക്കും അന്ധകാര മണ്ഡലങ്ങളുടെ മുകളിലേക്ക് നിങ്ങളുടെ കാലുകളെ ഒന്ന് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ഘടകം. നിങ്ങളോർക്കും സൗഖ്യങ്ങൾ നടക്കുന്നില്ലോ. നീ നോക്കി, ഇപ്പൊ സൗഖ്യം നടന്നു കഴിഞ്ഞു. ഞാൻ എപ്പോഴും എടുത്തൊരു വാക്യം പറയാം, പിശാചിന് നിന്റെ റെവലേഷൻ അറിയാം. നീ ദൈവത്തെ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നെന്ന് പിശാചിനറിയാം. അതനുസരിച്ചേ പിശാച് നിന്റെ മുമ്പിൽ തുള്ളത്തുള്ളൂ. നിന്റെ റെവലേഷൻ 3 സുവാസം ഇരുന്ന് 7 സുവാസം ഇരുന്ന് ഇത് കഴിഞ്ഞ് ഇവൻ പോകത്തുള്ളതാണെങ്കിൽ അവൻ 7 അല്ല 80 ദിവസം കഴിഞ്ഞ് പോത്തും. പക്ഷെ നിന്റെ അകത്തൊരു റെവലേഷൻ ഉണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. ഞാൻ സംസാരിക്കാനുള്ള പിശാച് അതിൻ്റെ ഇരിപ്പിടങ്ങളെ ഇളക്കി കളയും. പക്ഷേ വചനം നമുക്ക് പഠിക്കാൻ പറ്റുമോ? റെവലേഷൻ ദൈവം തരണ്ടേ? നിങ്ങൾ സ്ഥിരം വായിച്ച ബൈബിളല്ലേ? എത്ര വട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷേ ചില വചനം ചില സമയത്ത് തീ പോലെ പൊങ്ങി വരത്തില്ലേ? അത് പിന്നെ വചനമല്ല, അത് പിന്നെ ജീവനാ.
അതാണ് അറിവിൻ്റെ ശുശ്രൂഷകരും ആമേൻ ആത്മാവിൻ്റെ ശുശ്രൂഷകരും. അറിവിൻ്റെ ശുശ്രൂഷകർ ഈന്തപ്പനയുടെ പറ്റി പന, അതിൻ്റെ കൊമ്പ്, അതിൻ്റെ വിത്ത്, അതിൻ്റെ വേരെല്ലാം പറയും. പക്ഷേ ആത്മാവിലുള്ളവൻ അതിൻ്റെ ഭൗതിക ഹിസ്റ്ററി അല്ല, ബയോളജിക്കൽ കാര്യമല്ല, അതിനകത്തുള്ള ദൈവികമായ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് പകലത്തെ മീറ്റിംഗ് സ്പെഷ്യലാണ്. നിങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും ഐ ആം ഹാപ്പി. ഞാനിതൊക്കെ നിങ്ങളോടൊക്കെ പറയാൻ ഒത്തിരി നാൾ കൊതിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. ആമേൻ. നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. എന്താ വചനം പറഞ്ഞത്? സൂര്യൻ നാണിക്കുന്നു. കേട്ടില്ല? സൂര്യൻ എന്തൊരു ഇടപാട്. നിന്റെ റേഞ്ച് അതാ. സൂര്യൻ ആമേൻ പറ. കാരണം നിന്റെ മേൽ ഉദിക്കുന്നത് സൂര്യനല്ല. സ്തോത്രം. അവിടെ ഇനി സൂര്യന്റെ ശോഭ ആവശ്യമില്ല. കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കും. ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു കേട്ടോ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ ഇങ്ങനൊരു വളർച്ച ഉണ്ടാകണം. ഈ വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിച്ച വലിയ പൊസിഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അത് ഏറ്റവും വലിയ പൊസിഷൻ അപ്പൻ മകൻ എന്ന പൊസിഷൻ അല്ല. അപ്പൻ മകൻ എന്ന പൊസിഷൻ അല്ല. ഏറ്റവും വലിയ പൊസിഷൻ മണവാളനും മണവാട്ടിയും എന്ന പൊസിഷനാ. മണവാളനും മണവാട്ടി എന്ന പൊസിഷൻ രണ്ടല്ല. ഇവർ മേലാൽ രണ്ടല്ല. നീയും യേശുവും ഒന്നാകുന്ന ഒരു തലമാണ് മണവാട്ടി. അവിടെ എത്തുമ്പോൾ ദൈവം യേശുവിന് എന്തൊക്കെയുണ്ട് അത് മുഴുവൻ നിനക്ക് തരും. ആമേൻ. ഞാൻ 10 വർഷം കൊണ്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് പണിതെടുത്ത ഒരു ചർച്ചാണ് ഏലപ്പാറ ചർച്ച്. ഞാൻ പോയിട്ട് ഇപ്പോൾ ദിവസങ്ങളായി, കണ്ടിട്ട് ദിവസങ്ങളായി. എനിക്കൊരു വറിയില്ല. അത് ഞാൻ ഒരാളുടെ കയ്യിലോട്ടം കൊടുത്തു. കേട്ടില്ല? എൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട്, എൻ്റെ മേൽ തന്ന വിഷൻ അനുസരിച്ച് അത് മൂവ് ചെയ്യത്തുള്ളൂ. എൻ്റെ മേലുള്ള വിഷൻ അനുസരിച്ച് കേട്ടില്ല മൂവ് ചെയ്തുള്ളൂ. അതിനവൻ വളർന്നു, അതുകൊണ്ട് കൊടുത്തു. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് തന്നെ പാസ്റ്റർ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ തുടർമാനം ഇവിടെ കാണും. എന്നാൽ അത് നടത്താൻ തക്കവണ്ണം അദ്ദേഹം ആത്മാവിലെത്തിയെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. പിന്നെ ചർച്ചിനൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. കേട്ടില്ല? ചർച്ചിന് കാരണം ഞാൻ എന്താണോ, എൻ്റെ ദർശനം എന്താണോ അത് തന്നെ ഒഴുകും. അല്ല രാമൻ പറഞ്ഞാട്ടെ. എനിക്കൊരിത് പറയുമ്പോൾ ഭയങ്കര ഒരു സത്യമാണ് പറയുന്നത്. ഇപ്പൊ കർത്താവിന് അങ്ങനെ വളർന്നൊരു തലമുറ വേണം. ഈ ഇച്ചിരിക്കുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, ഇത്രയും കാര്യം നോക്കണ്ടേ. അതിന്റെ ലോകം വരാൻ പോവല്ലേ. നിത്യത എന്നൊക്കെ പറഞ്ഞ് എന്നതാ അത് വരാൻ പോകുമ്പോ ഇതല്ല. അത് പറഞ്ഞേ, അന്ന് നല്ലവനും വിശ്വസ്തനുമായവനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ. നീ 5 പട്ടണത്തിലാ വിശ്വസ്തനാണെങ്കിൽ ഞാൻ നോക്കേണ്ട 5 പട്ടണങ്ങളുണ്ട്, അതുകൂടെ ചേർത്ത് നിന്റെ തരികയാണ്.
പങ്കാളിത്തം. നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് പറയുമ്പം ദൂതന്മാർ ഈ ലോകത്തിലല്ലല്ലോ. കേട്ടില്ല. നിങ്ങൾ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ്. അപ്പോൾ ദൂതൻ ഈ മണ്ഡലത്തിലല്ലല്ലോ, സ്പിരിച്വൽ വേൾഡിലല്ലേ. അപ്പം അവിടം വരെയും നിന്റെ അതോറിറ്റി എത്തുന്ന റേഞ്ചിലാണ്. അത്ര വളർച്ച നിനക്കുണ്ട്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു 2 ചക്കക്കുരു കിട്ടി. ഒരുത്തൻ വീട്ടിനകത്തെ 10 രൂപ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പകുതി പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഒരു ചക്കക്കുരു ഇട്ടു. എന്നിട്ട് ദിവസം ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണിച്ച് 10 രൂപയുടെ ബൾബ് കത്തിച്ച് കിളുത്തു. എന്നിട്ട് ആ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന ആ ഒരു വിത്ത് ഒരുത്തനെ പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. കേട്ടില്ല, അവനെ പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ഒരു ചക്കക്കുരു ഇരുന്നോട്ടെ, ഒരു ചക്കക്കുരു പുഴുങ്ങി അങ്ങ് തിന്നു. കേട്ടില്ല, ഒന്ന് പുഴുങ്ങി തിന്നു, അല്ല കറി വെച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ, തോരന എന്തെങ്കിലും വെച്ചു. ഒന്ന് 10 രൂപ കുപ്പിക്കകത്ത് വെച്ചു, വേറൊന്ന് പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ വീട്ടിൽ നിൽക്കുന്നത് ഇത്രയായിട്ടിരിപ്പുണ്ട്. എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്ലാവല്ലേ, കേട്ടില്ലേ, പ്ലാവല്ലേ, ഇലയ്ക്ക് ഇത്ര ഉള്ളല്ലേ. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണമൊക്കെ അല്ലേ. മുറ്റത്തോട്ട് നോക്കുമ്പം മുറ്റത്ത് സൂര്യൻ്റെ വെട്ടമില്ല. 5 നിലയുടെ വീടാ, 5 നിലയുടെ വലിയ ഫ്ലാറ്റാ. പക്ഷെ സൂര്യൻ്റെ വെട്ടം അടിക്കുന്നില്ല. ഇതെന്താണ് ഇടപാടാ നോക്കി പറയാ. ഇപ്പുറത്ത് അന്ന് എറിഞ്ഞ പ്ലാവുണ്ടല്ലോ, ഈ 5 നിലയുടെ മുകളിൽ കയറിയിട്ട് സൂര്യനെ മറച്ച് നിൽക്കുക. ആരെങ്കിലും കൈകളെ ഒന്ന് തട്ടാൻ പറ്റുമെങ്കിൽ കൈകളെ തട്ടി, ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ചേർന്ന് വീണ്ടും ദൈവത്തിനൊരു ആരാധന കൊടുക്കാം. അത് രണ്ടും ഒരു പ്ലാവിലെ, അതെ, അത് രണ്ടും ഒരു ചക്കയിൽ നിന്ന്, അതെ. പിന്നെ എന്താണ്? ഒന്ന് വളർന്നില്ല, ഒന്ന് വളർന്നു. ഈ പുള്ളിക്ക് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണോ? വേണ്ട. ഈ പാടത്തിലറിഞ്ഞ പുള്ളിക്ക് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണോ? വേണ്ട. മറ്റേ പുള്ളിക്കോ 2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പുള്ളി വാടി തൂങ്ങും. ഈ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ, അതൊന്നും ഒത്തിരി വളരത്തില്ല. പക്ഷെ സ്വതവേ നീരൊഴുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം വലിച്ചു കുടിക്കുന്ന നിലയിൽ നീ എത്തിയാൽ, ആമേൻ പറഞ്ഞു, നീ പടർന്ന് പന്തലിച്ചിരിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത്രയും വലിയൊരു ജീവൻ നിന്റെ അകത്ത് കിടക്കുന്നു. വളർത്തുക. തീ പിടിച്ച് കർത്താവിനെ 2-3 മിനിറ്റുകൾ ആത്മാവിൽ സ്രോതസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ആത്മാവിന്റെ സ്രോതസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നീ വലിച്ച് വലിച്ച് കുടിക്കുക. ആരുടെയൊക്കെ മേൽ ഭയങ്കര വളർച്ചകളുടെ ഒരു അഭിഷേകം ദൈവം ഇന്ന് പകൽ ഇടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിത്തിന്റെ കുഴപ്പമല്ല, നിന്റെ അസോസിയേഷൻ, നിന്റെ വേരെവിടെയാ ഓടിയത്. അതിനകത്തുള്ള ഒരു വേര് അതെടുത്ത് നീ നോക്കണേ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം, സ്കോപ്പ് വെച്ച്. എന്നാൽ ആ പാടത്തിറഞ്ഞതിൻ്റെ വേരുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഒരു ദേശത്തിൻ്റെ മുഴുവൻ വീട്ടുകാർക്ക് തീ കത്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തി. ഹല്ലേലൂയ. ശബല ഹർമാന. ഭയങ്കര ദൈവപ്രവൃത്തി വ്യാപരിക്കുക. നിന്റെ മേൽ വന്ന് വീണ വിത്ത് വലിയ വിത്ത.
ആ വിത്തിന്റെ പേര് വചനമെന്ന. അവിടെ ഒരു വാക്യമുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് ബേസ് ചെയ്ത ആ വാക്യം വന്നേക്കുന്നേ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ആയിരക്കണക്കിന് ബീജങ്ങൾ യാത്ര തിരിക്കും. ആയിരമല്ല, ലക്ഷങ്ങൾ. നിങ്ങൾ ആമേൻ, എൻ്റെ വൈഫ് പറഞ്ഞതാണ്, കാണിച്ചെന്നാണ്. ഇവിടെ നേഴ്സുമാർക്ക് എല്ലാ കാര്യം അറിയാം. ആയിരക്കണക്കിന് ജീവന്റെ ബീജങ്ങളെ യാത്ര ചെയ്യുന്ന, ലക്ഷങ്ങൾ അല്ലേ ആൻറ്റി? ലക്ഷങ്ങൾ. ഈ ലക്ഷങ്ങൾ യാത്ര ചെയ്തിട്ട് ഈ കറക്റ്റ് ഗർഭപാത്രത്തിൽ അല്ലേ എത്തുന്നത് ലക്ഷങ്ങളിൽ ഒന്നായിരിക്കും. ബാക്കിയൊക്കെ ഇറങ്ങും ചാകും, ഇറങ്ങും ചാകും. പക്ഷെ അതിലൊന്ന് അതിനെ മുഴുവൻ അതിജീവിച്ച് അതിനകത്ത് പറഞ്ഞ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ആമേൻ ഒരു മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് 1,00,000 ബീജങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് അതിലൊന്നാണ് എത്തുന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അയച്ച 1,00,000 എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം വീണ്ടും ജനിക്കാത്തതല്ല കുഴപ്പം. അമ്മേ പറഞ്ഞു, നമ്മുടെ കുഴപ്പം വളരാത്തതാണ്. അകത്തൊരു പ്രാർത്ഥന കയറിയോ? ഇല്ലേ? കുറെ പ്രാർത്ഥനയൊക്കെ പോട്ടെന്നേ. ഇതൊക്കെ സത്യം പറയാം, ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് നിങ്ങൾ അവിടെ കാണണം എന്നുള്ള ദൈവത്തിൻ്റെ ഡീപ്പായ കൊതി കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ദൈവശബ്ദം ഇവിടെ ഇറങ്ങി വരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വളരാത്തതിന്റെ കാരണം വളരുന്നത് 10 രൂപയുടെ കുപ്പിക്കകത്താ. എന്നാൽ മറ്റേ ആ പ്ലാവ് വളരുന്നൊരു നിലം. കേട്ടില്ല? വളരുന്നൊരു നിലം. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറഞ്ഞത് തോട്ടമാണത്. ഹല്ലേലൂയ. ഇതൊരു അക്വേറിയം അല്ല, ഇത് കടലാണ്. ആമേൻ. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ഇതൊരു ഷോക്ക് ഓഫ്സറിൽ ഇരിക്കുന്ന ഒരു ചെറിയ ബ്യൂട്ടിക്കുള്ളൊരു മരത്തൈയല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ വേലി കെട്ടി പരിശുദ്ധാത്മാവുള്ള നദി, മുദ്രയിടപ്പെട്ട കിണറുള്ള ഒരു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആമേൻ ദൈവത്തിന്റെ ലെബാനോനാണ് നീ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആ തോട്ടത്തിൽ നടക്കുന്ന അത്തിവൃക്ഷമാണ്. ആ തോട്ടത്തിൽ നിൽക്കുന്ന അടുത്തൊരു വാക്കുണ്ട്, ഒലിവ് മരമാണ്. കേട്ടില്ല? പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരോ പറഞ്ഞതാണ്, എനിക്ക് അറിയത്തില്ല. ആമേൻ. അന്നുള്ള ഒലിവ് മരം ഇന്നും അവിടെ ഉണ്ടെന്നോ അല്ലേ? അങ്ങനെ കേൾക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒലിവ് മരം എന്ന് പറഞ്ഞാൽ? ആയുസ. കാറ്റ് അതിനെ തകർക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തുനിന്ന് വീഴുന്ന തൈകളെല്ലാം താഴോട്ട് വീഴും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കിളുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഓരോ ശികൾ ഇങ്ങനെ താങ്ങി പിടിക്കും. കേട്ടില്ല? കാറ്റൊക്കെ ദൂരെ പോവും. നീ വളരാൻ തയ്യാറായാൽ നിന്നെ താങ്ങി പിടിക്കാൻ ദൈവം ആയിരങ്ങളെ പൊക്കും. ഇതൊരു ദൂതാണ്, എന്നോടുള്ള ദൂതാണ്. നീ നിലനിൽക്കാൻ തയ്യാറാണോ? കർത്താവിനോട് നിലനിൽക്കാൻ തയ്യാറാണോ? ഒരു കാറ്റ് നിന്നെ തകർക്കത്തില്ല. നിന്റെ അടിയിൽ നിന്ന് അടുത്തത് കയറി വന്ന് നിന്റെ ബലഹീനമായ കൊമ്പുകളെയും ചില്ലകളെയും താങ്ങി താങ്ങി നിർത്തുന്ന ആയിരങ്ങളെ ദൈവം നിനക്കായിട്ട് എഴുന്നേൽപ്പിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ നിർത്താൻ വേണ്ടി ഒത്തിരി പേരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്.
എന്താ പ്രസംഗിക്കുന്നേ? കുറിവാക്യം പോലും എടുക്കാൻ പറ്റിയില്ല. ഒറ്റ കാര്യം തൊട്ടപ്പം പോയതാ. അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം, കർത്താവേ എന്നെ ആത്മാവിൽ വളർത്തണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ വളർച്ചയുടെ പ്രോബ്ലം ഒന്നാണ് നമ്മുടെ അസോസിയേഷൻ. ആത്മകണ്ണുകൾ തുറക്കാത്ത ഒരു മനുഷ്യനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകരുത്. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാം, കഴിഞ്ഞ സാമ്പാർ കുഴിക്കാം, പിന്നെ ഇങ്ങനെ നിന്റെ ആത്മാവിനെ വളർച്ചയ്ക്കുള്ളത് കിട്ടുന്ന ഇടം. ഞാൻ നിങ്ങളോട് കൈകൾ കൂപ്പി പറയാം, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ കൂട്ടായ്മ പറ്റുന്നില്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോണം. ആമേൻ. അടിയുണ്ടാക്കി പിണക്കമുണ്ടാക്കി പോകരുത്. ഇന്നയാൾ ഞോണ്ടി, നീ ഇവിടെ നിന്ന് ആ ഞോണ്ട് കൂടെ അവിടെ ചെന്ന് നിന്നെ അവിടെ മാന്തും. കേട്ടില്ല? ഹല്ലേലൂയ. കാരണം ഞോണ്ടുന്നത് എന്താണ്? നിന്റെ അകത്ത് ഞോണ്ടാനുള്ള സാധനമുണ്ട്. കേട്ടില്ല? ഞോണ്ടുന്നത് എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു തൂമ്പ ഇതുവരെ ഞോണ്ടിയതായിട്ട് കാണുന്നില്ല. അതെവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആരെങ്കിലും കൈയെടുത്ത് വെട്ടിയാലേ അത് ഞോണ്ടത്തുള്ളൂ. എന്നൊരു ഞണ്ടിനെ പോയി ഇങ്ങനെ ചെല്ലണം. കൈ അങ്ങോട്ട് പോകുന്നതിന് ഇപ്പുറം കയറി ഇറുക്കും. കാരണം ഒരു സാധനം അകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ സിമ്പിളായി പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നിൽക്കരുത്. കാരണം അവിടെ ആരെയും പ്രസാദിപ്പിക്കാനില്ല. പക്ഷെ നിങ്ങളുടെ ആത്മീയ വളർച്ച വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കത് കിട്ടുന്നിടത്ത് പോണം. ചുമ്മാ ചപ്പും ചവറും എല്ലാം തിന്ന് ചുമ്മാ എന്താ പറയുന്നത്, കാണത്തില്ല ചില പിള്ളേരെയൊക്കെ ഉള്ള വൈക്കോലൊക്കെ തിന്നിട്ട് വയറ് മാത്രം ചാടി. അതുപോലെ അയക്കരുത്. നീ വളരാൻ പോവുകയാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആകണം. അതാ വേറെ ഒന്നുമല്ല, വേറെ ഒരു സാധനമല്ല. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഒരു വലിയ ദൂതൊക്കെ ഉണ്ടാ വന്നേ, അത് തൊടാൻ പറ്റുന്നില്ലല്ലോ. എനിക്കറിയില്ല. ഹോളി സ്പിരിറ്റ്. ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തടസ്സം: 1, വിശ്വസിക്കാത്തതാണ്; 2, അന്വേഷിക്കാത്തതാണ്; 3, അനുഗമിക്കാത്തതാണ്; 4, നമ്മൾ അവിടെ പറഞ്ഞപ്പോഴാണ്, വളരാത്തതാണ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ എന്താണ്? അപ്പം വളരുന്നവരെ അപ്പം കാത്തിരിക്കും. അവിടെ നമ്മളിങ്ങനെ പോയെ, വളരുന്നവരെ അവകാശി, സർവത്തിൻ്റെ മീതെ യജമാനനാണെങ്കിലും. കേട്ടില്ല? ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവൻ രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷകന്മാരെയും കുടുംബക്കാരനും പറയും, ഹല്ലേലൂയ, ദേ ആ പാത്രം അവിടെ വെച്ചാൽ മതിയേ, ദേ ഈ പാത്രം അവിടെ വെച്ചാൽ മതിയേ. അല്ലെങ്കിൽ പറയും, ആ പാത്രം അവിടെ ഇരിപ്പുണ്ട്, നീ തൊട്ടേക്കരുത് കേട്ടോ, നീ അതിന് തല്ലിപ്പൊട്ടിച്ച് കാല് മുറിക്കും. ഇതാണ് വളർച്ച. ദൈവം എല്ലാം ഓൾറെഡി നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അത് നിങ്ങൾക്കുണ്ടെന്നുള്ള ദൂതാണ് പ്രവചനം. പക്ഷെ അത് പ്രാപിക്കത്തക്കവണ്ണം നിങ്ങൾ വളരണം. അതിനെന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാൽ നിങ്ങൾ കുടിക്കണം. എത്രവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സകല നിറവോളം നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇതിൻ്റെയൊക്കെ ആഴത്തുള്ള യഥാർത്ഥ സത്യം ഞാൻ ലൈവിലൂടെ പറയുന്നില്ല. ഹല്ലേലൂയ. കാരണം ഒത്തിരി വളർന്നവരുള്ളതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. നാം യേശുവിനെ പോലെ തന്നെ ആയിത്തീരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിചാരപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കും. നാം എന്താകും? അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവനെ പോലെ. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ നീ ഒരു ക്രിസ്തുവായി തുടരണമെന്ന. എല്ലാവരും ആമേൻ പറഞ്ഞേ. നിർത്താം. ക്രിസ്തു പ്രശ്നക്കാരനല്ലായിരുന്നു, ക്രിസ്തു പരിഹാരകനായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ക്രിസ്തു പ്രശ്നക്കാരനല്ലായിരുന്നു, പരിഹാരകനായിരുന്നു.
ക്രിസ്തു പ്രശ്നങ്ങൾ കരയുന്നവനല്ലായിരുന്നു. രണ്ടു വാക്യമുണ്ട്. മറിച്ച് അവൻ കരയുന്നവൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായിരുന്നു. അവൻ ചെങ്കടലിൽ കിടന്ന് വെപ്രാളപ്പെടുന്നവനല്ലായിരുന്നു. സ്തോത്രം. ആമേൻ. ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതിനെ ചവിട്ടി നടക്കുന്നവനായിരുന്നു അവൻ. ആമേൻ പറഞ്ഞില്ല. ശിഷ്യന്മാരുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതിനെ ഇവൻ ചവിട്ടി നടക്കുന്നവനായിരുന്നു. സംഭവിക്കും പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നം അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ വെളിപ്പെടണമെന്ന്. ആമേൻ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ചർച്ച് അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ ഇങ്ങനത്തെ ദൂതുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. അപ്പം ദൈവം തരാത്തതല്ല കുഴപ്പം, ദൈവം ചെയ്യാത്തതല്ല കുഴപ്പം, ദൈവം പ്രവർത്തിക്കാത്തതല്ല കുഴപ്പം. അത് പ്രാപിക്കാൻ എല്ലാവരും പറഞ്ഞേ, നമ്മൾ വളരാത്തതാണ്. ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോകും. കർത്താവേ, എന്നെ വളർത്തണേ. നിന്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഇനിതെന്ന് വിശുദ്ധന്മാരുടെ ഗ്രഹിക്കേണ്ടതിന് എന്നെ വളർത്തണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. ഈ 3 മാസമൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ സ്വന്തക്കാരെല്ലാം വന്ന് ഈ സഹോദരിക്ക് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും, നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും. അല്ലേ? അങ്ങനെ അല്ലേ? ആ സമയങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും. എന്നാൽ ആ കുഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3-6 മാസം അമ്മയുടെ മുലപ്പാൽ മാത്രമായിരിക്കും. ആമേൻ. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് കുറുക്കുകൾ കൊടുക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചെറിയ ആഹാരങ്ങൾ ഞെരടി, ചോറുകൾ ഞെരടി കൊടുക്കാൻ തുടങ്ങും. ആമേൻ പറഞ്ഞില്ല. ആരാ കൊടുക്കുന്നേ? കേട്ടില്ല. ആരാ കൊടുക്കുന്നേ? മാത്രം. എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ വന്നപ്പോഴും അമ്മ പറഞ്ഞേ കേട്ടു, ഇവൻ 2 പ്രാവശ്യം കഴിയുമ്പോൾ ഇവന് വിശപ്പിന് വേണ്ടി ആരും ഒന്നും എടുത്തു കൊടുക്കണ്ട, അവൻ ചട്ടി തന്നെ തുറന്നെടുത്ത് കഴിക്കും. ഇപ്പം അതിന് പറ്റാത്തത് എന്താ? പക്ഷെ ഈ അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുക, ഈ അമ്മ നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം മുലപ്പാൽ കൊടുക്കും. അവൻ എഴയാൻ തുടങ്ങുന്ന സമയത്ത് മുത്തും കല്ലും മണ്ണും ഒക്കെ കഴിക്കുമ്പം അതുവരെ വീട് തൂക്കാത്ത പെണ്ണുങ്ങളും വീട് തൂക്കും. കേട്ടില്ല? കാരണം എന്താണ്? ഇവൻ കാണുന്ന എല്ലായിടത്തും എന്ത് ചെയ്യും? തിന്നും. ഹല്ലേലൂയ. വീടൊക്കെ തൂക്കാത്ത പിള്ളേരെ ഉണ്ടെങ്കിൽ 2 മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. പിന്നെ തൂപ്പായിരിക്കും. ഹല്ലേലൂയ. കാരണം അന്നെ തിന്നണമെന്ന് അറിയത്തില്ല. ആമേൻ. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അമ്മ നോക്കിക്കൊണ്ടിരിക്കും. പാല് കുറുക്കവന് ശരീരത്തിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴും ഞാനിവിടെ എന്തോ 1-2 പേർക്ക് ചെയ്തിട്ടുണ്ട്, 3-4 പേർക്ക് എന്ത് ചെയ്യും? ചോറ് ഞെരടി കൊടുക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, മിണ്ടുന്നില്ല. ചിക്കനൊക്കെ ചെറുതായിട്ട് ഞുള്ളി കൊടുക്കും. സ്വത്രം. ഞാനൊക്കെ കൊച്ചിനെ കപ്പലണ്ടി ഇഷ്ടമാണ്. ഞാൻ കപ്പലണ്ടി തന്നെ ഇഷ്ടമായിട്ട് ഞാൻ മിക്സിക്കകത്ത് അടിച്ച് അരച്ചു കൊടുത്തു. ഇന്ന് അടിക്കാൻ വേണ്ട, അരയ്ക്കാൻ വേണ്ട. ഹല്ലേലൂയ. ഓരോ സമയം കഴിയും തോറും ആമേൻ. ഹല്ലേലൂയ. 15 വയസ്സാകുമ്പോൾ തന്നെ 15-16 വയസ്സാകുമ്പം അമ്മ എന്നെ വിശക്കുന്നു എന്ന് പറയുമ്പം ഓടിച്ചെന്ന് പാത്രം പോയി തിന്നടാ എന്ന് പറയും. കേട്ടില്ല. ഇല്ലേ? ആരും കേട്ടില്ലേ? ഹല്ലേലൂയ. വീട്ടിലാകെ 10 പേരേ ഉള്ളൂ. 100 പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം വീട്ടിനകത്തുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തീറ്റയ്ക്ക് എന്തെങ്കിലും പരിധി വെക്കുമോ? വിളമ്പി തരാൻ പറയോ? പോയി തിന്നടാന്ന് പറയും. ഇതെന്താ? കൊടുത്തവൻ എടുത്തു തിന്നാൻ പറയുന്ന ഒരു നിലയിലേക്ക്
ഒരാമേൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ചോറൊക്കെ ഞരടി തരുമ്പോൾ തന്നെ നീ പറയുന്നു, പാവം എൻ്റെ അപ്പൻ, ഒരു വകയില്ല, ഒരു ചോറ് നീ 2 എണ്ണം തിന്നു കഴിഞ്ഞാൽ നിനക്ക് താങ്ങത്തില്ല. ദൈവമേ എന്തെങ്കിലും തരണേ. അവിടെ നിന്ന് കരഞ്ഞോണ്ട് പറയാം, നീ ഒന്ന് വളരടാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലം ഏൽപ്പിച്ചിട്ട് അവനോടുകൂടെ സകലവും തരാനിരിക്കുമ്പോൾ തന്നെ നിനക്ക് കഞ്ഞിവെള്ളം. ആമേൻ പറ. സത്യമായിട്ട് നിന്റെ പ്രാർത്ഥന അങ്ങോട്ട് തരണേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പം പിതാവ് ഇങ്ങനെ ഇരിക്കും, പുത്രൻ ഇങ്ങനെ ഇരിക്കും, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇരിക്കും. എടാ, നമ്മൾ ചെയ്ത ഒന്നും ഇവനെ മനസ്സിലായില്ല കേട്ടോ. ഇനി എന്നാടാ കൊടുക്കാനുള്ളേ? കേട്ടില്ല. പിന്നെ നമ്മൾ ചെന്ന് പാത്രം വെച്ചോണ്ട് നിൽക്കുക, തരണേ. അപ്പൊ വീണ്ടും പിതാവ് ചോദിക്കുക, എന്നാടാ കൊടുക്കണ്ടേ? പുത്രനെ ചോദിക്കും, എനിക്ക് ആകെ ഉണ്ടായിരുന്നു നീ നിന്നെ തന്നു. എൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു അമ്മൻ ദൈവരാജ്യം, അതും തന്നു. പിന്നെ എൻ്റെതായിരുന്നു പരിശുദ്ധാത്മാവ്, അതിനെയും തന്നു. ഇനി ഇവൻ എന്നാ കൊടുക്കണ്ടേ? യേശു പറയും, ഞാനത് കൊടുക്കണം. അവന് രക്ഷ കൊടുത്തു, ജീവൻ കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു, സാന്നിധ്യം കൊടുത്തു, സമൃദ്ധി കൊടുത്തു, എല്ലാം കൊടുത്തു. ഞാൻ എന്നെ കൊടുക്കണം. പരിശുദ്ധാത്മാവ് ചോദിക്കും, ഇതെല്ലാം ഒരിക്കലേക്ക് ഞാൻ അവനെ നടത്താൻ വേണ്ടിയിരിക്കുക, അവൻ നടക്കണ്ടേ? ആരുമില്ല. അല്ല, ഈ ബൈബിളിന്റെ ചരിത്രം മനസ്സിലാക്കി ഒരു ആമേൻ പറയാവോ? അല്ല, നിങ്ങളാരും ചിന്തിക്കരുത് നിങ്ങളെ പ്രാർത്ഥന അങ്ങോട്ട് സ്വീകരിച്ചിട്ട് ദൈവം അതിന് ഓർഡർ കൊടുത്തിട്ട് ടാറ്റ കമ്പനിയിൽ പുതിയ വണ്ടി ഇറക്കാമെന്ന് ചിന്തിക്കരുത്. സകലതും അവൻ നിനക്കായി ഒരുക്കി കഴിഞ്ഞു. നീ വളരാത്ത കൊണ്ടത് പലതും പെൻഡിങ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആത്മാവിൽ പറയാം, നീ വളരാനൊന്ന് ചിന്തിച്ച നിന്റെ വീട് നിറഞ്ഞ് കവിഞ്ഞ് ഒരാമേ പറയാൻ പറ്റും. നീ അല്പം കെഞ്ചുന്നവനല്ല, നീ വിതരണക്കാരനായി മാറും. ആരെങ്കിലും ആമേ പറയാൻ പറ്റുമോ? സ്തോത്രം പറഞ്ഞല്ലോ. നീ വിതരണക്കാരനായി മാറും. ഹല്ലേലൂയ പറഞ്ഞേ. അല്പം വെള്ളം ചോദിക്കാൻ വന്നവൻ പറയാണ്, ഞാൻ നിനക്ക് നീ എന്താ പറയുന്നത്? വെള്ളം വേണമെന്നല്ലേ? നീ എന്നെ ചോദിക്കുന്നത് വെള്ളം ദാഹിക്കാൻ? എടാ, വെള്ളമല്ല, ഞാൻ നിന്റെ അകത്ത് കിണറ് തരാൻ വേണ്ടി നിൽക്കുക. എത്ര രാമേ, നീ ഇന്ന് വന്നത് 1 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയാണെങ്കിൽ നീ ഇനി ഒരിക്കലും ദാഹിക്കാത്ത നിലകളിൽ നിന്റെ അകത്തൊരു കിണറ് തരാൻ ദൈവം നിൽക്കുന്നു. നിന്റെ അകത്തൊരു നദി, നിന്റെ അകത്തൊരു ഉറവ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം നീ മാത്രം കുടിക്കുകയല്ല, നീ ഒരു ദേശത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ. ആരിന്ന് പകൽ വിശ്വസിക്കുന്നു ഞാനൊരു അനുഗ്രഹമായിരിക്കും? ആമേൻ. ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. ആരെന്ന് വിശ്വസിക്കും? ഞാൻ, എന്നിലൂടെ ദൈവം സകലരെ അനുഗ്രഹിക്കും. ആ റേഞ്ചിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. നിന്റെ ആവശ്യങ്ങൾ നടക്കുകയല്ല, നീ അനേകരുടെ ആവശ്യങ്ങൾ നടക്കുന്ന നിലകളിൽ. ആരവിടെ എത്തിക്കും? പരിശുദ്ധാത്മാവ് അവിടെ എത്തിക്കും. നിന്റെ ബാങ്ക് ഡിപ്പോസിറ്റോ നിന്റെ കഴിവോ ഒന്നുമില്ല. നീ കണ്ണുമടച്ചത് വിശ്വസിച്ച് അവൻ്റെ കൂടെ അവനെ അന്വേഷിച്ച് അവൻ്റെ കൂടെ നീ വളരാൻ തയ്യാറാക. നീ അത്ഭുതമാകാൻ പോകുന്നു. ഞാൻ ഇന്ന് ദൈവിക നിയോഗങ്ങളുടെ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിന്നേ. പക്ഷെ മറ്റൊരു റൂട്ടിൽ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് തന്നു. ആമേൻ. ഇനി നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലെ പ്രാർത്ഥന ഏതാണ്? പൗലോസേ, എന്നാ വേണം? വിടുതൽ. പൗലോസേ, കാരാത്തി കിടക്കുമല്ലേ, എന്നാ വേണം? എന്നാ പറയണ്ടേ? അവനെ അറിയേണ്ടതിനും, അവനിലിരിക്കേണ്ടതിനും, അവനെ നേടേണ്ടതിനും വല്ല വിധേനയും എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരാളെ കിട്ടിയാൽ മതി. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? എനിക്ക് ഒന്നും നിങ്ങൾ തരണ്ട, എനിക്ക് ഒരാളെ കിട്ടിയാൽ മതി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ ആരുമല്ല, എനിക്ക് യേശുവിനെ വേണം. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ഇതായിരിക്കണം. കാരണം അവനാണ് ദൈവത്തിൻ്റെ ധനം, അവനാണ് ദൈവത്തിൻ്റെ സമാധാനം, അവനാണ് ദൈവത്തിൻ്റെ ഐശ്വര്യം.
അവനെ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടി. പ്രാർത്ഥിക്കണം സഹോദരിമാരെ, പ്രാർത്ഥിക്കണം. യേശുവിനെ തരാൻ പ്രാർത്ഥിക്കണം. യേശുവിനെ തരാൻ, യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് വേണം, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ വേണം. ഈ യേശുവിനെ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ചർച്ചിലേക്ക് ഓടി വരുന്നത്. യേശുവിനെ കൊടുക്കുന്ന വിതരണക്കാരാണ് ചർച്ച്. അവനെ കിട്ടിയാൽ നിങ്ങൾ ജയാളിയായിരിക്കും. ഭയങ്കര ക്രിസ്തുവിൻ്റെ മഹത്വം. ഇനി ഇതിനെക്കുറിച്ച് ഇനി എനിക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് ഇനി പ്രീച്ച് ചെയ്ത വലിയ പ്രോബ്ലമാണ്. ആ ക്രിസ്തുവിൻ്റെ ധനത്തെക്കുറിച്ചാണ് എഫേസ്യർ പറയുന്നത്. മഹിമാധനം, തേജസ്സിൻ്റെ ധനം, അവൻ അപ്രമേയ ധനം. കണ്ടോ എത്ര സൈസ് ധനവാ, മഹത്വത്തിൻ്റെ ധനം. ഇതെല്ലാം നിന്റെ തലയിലേക്ക് ദൈവം കിട്ടും. നിങ്ങൾ ബ്ലസ്ഡ് ആകും കേട്ടോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഇപ്പം നിങ്ങളിത് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കണേ, ഇതെല്ലാം പ്രാപിപ്പാൻ വളർത്തിയെടുക്കണേ. കാരണം ഒറ്റ വാക്കി നിർത്താം, ദൈവം ഇതെല്ലാം തരാനുണ്ട്, പക്ഷെ നിനക്ക് കേൾപ്പില്ല. അതാ കുഴപ്പം. 5 കിലോ ഉള്ള ഒരുത്തൻ്റെ തലയിൽ ദൈവത്തിന് 50 കിലോ വെക്കാൻ പറ്റത്തില്ല. നിന്റെ മേലെ 50 കിലോ വെക്കണമെങ്കിൽ നിനക്കൊരു 60 കിലോ എങ്കിലും വേണം. ആമേൻ പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഹാലയിൽ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഞങ്ങൾ ചിലപ്പോൾ പണ്ട് ഞാൻ ബയോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും അരി മേടിക്കാൻ പോകുമ്പം എല്ലാ ദിവസം ഈ പെട്ടി ഓട്ടോയ്ക്കകത്താണ് കൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അരി മേടിക്കാൻ പോയി. ഈ ഒരു ആഴ്ചത്തേക്കുള്ള സാധനമാണ്. അപ്പം പെട്ടിയോട്ടയ്ക്ക് അന്നങ്ങോട്ട് 300 രൂപയുള്ളൂ. എന്നാൽ വെറും ഓട്ടയ്ക്ക് പെട്ടി ഓട്ടയ്ക്ക് 300 രൂപയും വെറും ഓട്ടയ്ക്ക് കണ്ട് 250 രൂപയും. അപ്പം അന്നത്തെ ബുദ്ധി പറഞ്ഞ് നമുക്ക് 50 രൂപ ലാഭം കിട്ടും, നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടയ്ക്കകത്ത് കയറ്റാം. എൻ്റെ പൊന്നെ, ഈ പെട്ടി ഓട്ടയിൽ കയറ്റുന്ന സാധനമല്ല ഈ ഓട്ടയ്ക്കകത്ത് കയറ്റി. ഓട്ടയ്ക്കകത്ത് കയറി കുറച്ച് ഈ ഓട്ടോ ഈ നടുവെ ഇങ്ങനെ താണുപോയി, 2 പോലെ ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ട് വേറെ ഏതോണ്ട് അപ്പുറത്തെ എവിടെ ചെന്നിട്ട് ഒരു കമ്പി കൊണ്ടുവന്ന് നടക്കൂടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതിനകത്ത് ഇത്രയും താങ്ങത്തില്ല. നിങ്ങളുമല്ല പെട്ടിയോട്ടയും. മനസ്സിലായോ? നിനക്ക് ദൈവം 50 കിലോയുടെ സാധനം തരണമെങ്കിൽ നീ ഒരു 60 കിലോ എങ്കിലും ആകണം. ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പം മറ്റേ കമ്പയിലുള്ള മുട്ടായി ഇല്ലേ, നല്ല മധുരമാണ്. സ്വത്രം കൈ വേണ്ടിയില്ല. ഹല്ലേലൂയ. അത് അധികം നീ കഴിച്ചാൽ നിനക്ക് വരെ ഉണ്ടാവും, പിന്നെ ഉള്ള കാര്യം കൂടെ പോക്കാം. ആരും ഇല്ലല്ലോ. അടുക്കി വെച്ചേക്കുന്നത് എടുക്കാൻ വേണ്ടി ആത്മാവിൻ്റെ ഒരു വളർച്ച. എനിക്കിന്ന് ഈ വചനം ഇവിടെ പങ്കുവെക്കുമ്പോൾ ഒരു ബോധ്യമാണ്, ചിലരുടെ സ്പിരിച്വൽ മസിൽസുകൾ വളരാൻ പോകുന്നു. ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. ഓ റബാഖസിയ, എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ദൈവം പറയുന്ന ഒരു സൈന്യം ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. ദേശങ്ങളെ പിടിച്ചടക്കുന്ന ഒരു സൈന്യം. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. നീ പറയുന്നതോ നീ കേട്ടതോ ഒന്നും അല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്. നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്. സത്യമായിട്ടും ഇന്നത്തെ ദൂത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിർബന്ധിച്ചതാണേ. കേട്ടില്ല, നിർബന്ധിച്ചതാണേ. ഞാനിതിന് പറഞ്ഞതല്ലേ, നിങ്ങളോട് മാത്രമുള്ള ദൂതാണേ. കേട്ടില്ല, കേട്ടോ. നിങ്ങളിതിനെ പന്നിയുടെ മുമ്പിലിട്ട മുത്തുപോലെ ചവിട്ടിക്കളയല്ലേ. പന്നിക്ക് മുത്ത് ഏതാ എന്താന്ന് ആർക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് എനിക്കൊരു ബോധ്യം കിട്ടി, പറഞ്ഞില്ല, ഇന്ന് എനിക്കൊരു ബോധ്യം കിട്ടി, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒന്നും. ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ചൊരാമയും പറഞ്ഞാട്ടെ. ദൈവത്തിന് മുത്തിടാൻ പറ്റുന്നവരാണെന്ന് മനസ്സിലായി. ആധാരം കിട്ടിയാൽ ന്യൂസ് പേപ്പറാന്ന് പറഞ്ഞ് കീറാത്തതാണെന്ന് മനസ്സിലായി. ഭയങ്കര കാര്യങ്ങൾ നടക്കും. ഇനി നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഭയങ്കര ഗ്രോത്ത് സ്പിരിച്വൽ തലത്തിൽ ഞാൻ കാണുന്നു. ചില ഇടത്ത് നിന്ന് നിങ്ങളെ കയറ്റുന്നു, ചില ഇടത്ത് നിന്ന് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയി വരാൻ പോകുന്നു.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുന്നു. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുന്നു. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ വിട്ട് എഴുന്നേറ്റ് കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. പ്രാർത്ഥിച്ചേ, കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാമോ? കർത്താവേ, എല്ലാവരും നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുമ്പോൾ എന്നെ മെഴുകുതിരിയാക്കല്ലേ അപ്പാ. എല്ലാവരും ആത്മീയ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ കർത്താവേ, എന്നെ അതിൻ്റെ സൈഡിൽ വന്ന് നിർത്തി എന്നെ വിടല്ലപ്പാ. ആഴത്തിലേക്ക് എന്നെ അയക്കണേ കർത്താവേ. അനേകർ വന്ന് കറ്റകൾ പെറുക്കി പോകുമ്പോൾ നീ എന്നെ പെറുക്കി വിടരുതേ. എന്നെ കളത്തിന് ഉടമയാക്കി വിടണേ. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഞാൻ വന്നതാ. ദൈവം എന്നോട് പറയുന്നത്, ഇതിനകത്ത് രൂത്തുമാരുണ്ട്. ജീവിതം മുഴുവൻ തകർന്ന്, ജീവിതം മുഴുവൻ നശിച്ച്, കുടുംബം മുഴുവൻ തകർന്നു. ആർക്കും ഇനി ഒരു വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നീ ഈ വയലിലേക്ക് വന്നത്. പക്ഷേ നിന്നെ ഇങ്ങനെ വിടത്തില്ല. നീ ഇന്ന് ചെറുതായിട്ട് തുടങ്ങിക്കോ. ഈ വിശ്വസ്തയോടെ നിന്നോ. നാളെ നീ ഈ കളത്തിൻ്റെ ഉടമയായി മാറും. മകളെ, കർത്താവ് ഇന്ന് പകൽ പ്രവചിച്ചു പറയും, നിന്റെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ നടക്കാം.